ചൂരൽമല ഗ്രാമങ്ങളെ ഒന്നാകെ മലവെള്ളം വിഴുങ്ങി ഒരാഴ്ച പിന്നിടുമ്പോൾ തെരച്ചിലിനായി എത്തിയ സൈന്യം മടങ്ങിയിരിക്കുന്നു. സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് തെരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. നാളെ നടക്കുന്ന ജനകീയ തെരച്ചിലിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് എല്ലാവരും. ദുരന്തപർവം മറികടന്ന നാടിനെ പുനരധിവാസം എങ്ങനെ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന നിരന്തര ആവശ്യം കേരളം മുന്നോട്ട് വയ്ക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവും. ദുരന്തഭൂമി കണ്ടു മടങ്ങുന്നതിനപ്പുറം നാടിനെ പുനർനിർമ്മിക്കാൻ കേന്ദ്രം എന്തു ചെയ്യുമെന്നത് കേരളം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ദുരന്തം വിഴുങ്ങിയ നാടിന്റെ പുനർനിർമ്മാണം എത്രമാത്രം ശ്രമകരമാണ് എന്നറിയുമ്പോഴും ഇവിടുത്തെ സർക്കാരിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് ഈ നാട്. ഇന്ന് ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ മന്ത്രി പി എ മുഹമ്മദ് റിയാസ്, ഡോക്ടർ പ്രേംകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ, സുഭാഷ് ചന്ദ്രബോസ് പരിസ്ഥിതി ഗവേഷകൻ എന്നിവരാണ്. ആദ്യം മന്ത്രി മുഹമ്മദ് റിയാസിലേക്ക് പോകുകയാണ്. മിനിസ്റ്റർ, തെരച്ചിൽ തുടരുമെന്ന് ഇന്ന് മുഖ്യമന്ത്രി അറിയിക്കുന്നു. പക്ഷെ നമ്മൾ ഇന്ന് വയനാട്ടിൽ നിന്ന് ഏറ്റവും ഒടുവിലായി കേൾക്കുന്ന വാർത്ത സൈന്യം ഭാഗികമായെങ്കിലും മടങ്ങുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ആളുകളുടെ ഇടയിൽ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഭാഗികമായെങ്കിലും തെരച്ചിൽ അവസാനിപ്പിച്ചോ എന്നൊരു ആശങ്ക, സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ട്. നാളത്തെ ജനകീയ തെരച്ചിലിന്റെ വാർത്തകളും വരുന്നത് ആ ഘട്ടത്തിലാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് മിനിസ്റ്റർ ആക്ഷൻ പ്ലാൻ തെരച്ചിലുമായി ബന്ധപ്പെട്ട്? അല്ല, ഇതിൽ സൈന്യം അവർക്ക് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. റെസ്ക്യൂ ഓപ്പറേഷനാണ് അതിൽ പ്രധാനം. മനുഷ്യരുടെ ജീവൻ ഒന്നും നഷ്ടപ്പെടാതെ പോകുവാനുള്ള എല്ലാ ശ്രമങ്ങളും സൈന്യം അവർക്ക് സാധ്യമാകുന്ന നിലയിൽ നടത്തിയിട്ടുണ്ട്. അവർ എല്ലാ നിലയിലും നമുക്ക് ആശ്വാസവും കരുത്തുമായിരുന്നു. പക്ഷേ അവരുടെ ഉത്തരവാദിത്തം അവർ നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് മറ്റു ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകേണ്ടി വരും. ആ നിലയിലാണ് അവർ പോയിട്ടുള്ളത്. അങ്ങനെ പോകുമ്പോൾ തന്നെ അവരുടെ ഒരു ടീം ഇവിടെ വർക്ക് ചെയ്യാനുണ്ടാകും. 319 അംഗങ്ങളാണ് സൈന്യത്തിനുണ്ടായിരുന്നത്. അതിൽ 132 പേർ ഇന്ന് പോയി. ബാക്കിയുള്ള 187 പേരിൽ 155 പേർ നാളെ പോകും. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൻ്റെ ഒരു സൈന്യ അംഗങ്ങൾ 23 പേർ ഇവിടെ തന്നെ തുടരും. ഡൗൺ സ്ട്രീം സെർച്ചിന് വേണ്ടി 13 പേരും തുടരും. അങ്ങനെ 36 പേർ റിമൈനിങ് ബാക്കി ഇവിടെ ഉണ്ടാകും. അപ്പോൾ സൈന്യം അവർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, അവർക്ക് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വലിയ വൈകാരികമായ യാത്രയപ്പാണ് അവർക്ക് എല്ലാവരും നൽകിയിട്ടുള്ളത്. കേരളത്തിലെ ലോകത്തെവിടെയുമുള്ള മലയാളികളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സല്യൂട്ടാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പം ഇതുവരെ 226 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. അതിൽ 196 ബോഡി പാർട്സുമുണ്ട്. അങ്ങനെ ടോട്ടൽ 422. ഇനി മിസ്സിംഗ് കേസസ് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു ബോഡിയും ഒരു ബോഡി പാർട്ടുമാണ് ലഭിച്ചത്. മിസ്സിംഗ് കേസിൻ്റെ വലിയൊരു ശതമാനം വരുന്ന സോൺ 1, സോൺ 2, സോൺ 3-ൽ പ്രത്യേക നിലയിലുള്ള ഇടപെടലാണ് നടത്തുന്നത്. നാളെ ഇപ്പോൾ ജനകീയമായ തെരച്ചിലാണ്. ഈ പ്രദേശത്തുള്ള ജനപ്രതിനിധികൾ, മറ്റ് സാമൂഹിക പ്രവർത്തകർ, ഈ നഷ്ടപ്പെട്ടവരുടെ ബന്ധപ്പെട്ട ആളുകൾ, ഇവർക്കൊക്കെ ഈ പ്രദേശങ്ങളിൽ വരാൻ ഉള്ള അവരുടെ അഭിപ്രായം നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു, അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രാവിലെ മുതൽ ഉച്ചവരെ ജനകീയ തെരച്ചിൽ നടത്താനാണ്, ഫോഴ്സസിൻ്റെ കൂടെ നടത്താനായിരുന്നു ഉദ്ദേശിച്ചതെങ്കിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കാരണം പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നതിൻ്റെ 24 മണിക്കൂർ മുമ്പ് സെക്യൂരിറ്റി കാര്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ മറ്റുമൊക്കെ ഒഴിഞ്ഞു കൊടുക്കേണ്ടതിനാൽ നാളെ രാവിലെ 11 മണി വരെ മാത്രമേ തെരച്ചിലുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു 2-3 മണിക്കൂറാണ് നമുക്ക് തെരച്ചിലിന് വേണ്ടി കിട്ടുക. പക്ഷേ ജനകീയ തെരച്ചിൽ മറ്റു ദിവസങ്ങളിലും ഉണ്ടാകുമെന്നുള്ളത് ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനിയും അവിടുത്തെ ജനങ്ങളുടെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ട് കാര്യങ്ങൾ നടത്തണം. രക്ഷാപ്രവർത്തനത്തിനൊന്നും ഒരു തരത്തിൽ പിറകോട്ട് പോയിട്ടില്ല. രക്ഷാദൗത്യം എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, ഓരോരുത്തരും എന്ത് ശ്രമമാണോ നടത്തേണ്ടത്, അതൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.
ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, മിനിസ്റ്ററും ആദ്യഘട്ടത്തിൽ പറയാൻ ശ്രമിച്ചതിൽ ഒരു കാര്യം ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ഏറെ പ്രതീക്ഷയോടെ അത്തരം വാർത്തകൾ അതെങ്ങനെയാണ് നടക്കുക എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. നോക്കൂ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ഈ മേഖലയിൽ തന്നെയാണോ ആളുകളെ വീണ്ടും താമസിപ്പിക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് ആ നിലയിൽ ഒരു ആവശ്യം ചില ആളുകളെങ്കിലും പറയുന്നുണ്ട്. അപ്പോൾ പുനരധിവാസത്തിലേക്ക് കടക്കുമ്പോൾ അതിന് ശാസ്ത്രീയമായി ആകണമല്ലോ. ഈ മേഖലയിൽ തന്നെ പൂർണ്ണമായും തകർന്നിട്ടില്ലാത്ത വീടുകളിലേക്കൊക്കെ ആളുകളെ തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരുടെ താല്പര്യപ്രകാരം തിരികെ വരിക എന്നുള്ളത് എത്രമാത്രം പ്രായോഗികമാണ്? തീർച്ചയായിട്ടും അത് പ്രായോഗികമല്ല. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഒന്ന് ദയവായി അങ്ങ് ക്ഷമിക്കുക, ഞാൻ മടങ്ങിയെത്താം അങ്ങയിലേക്ക്. ഇപ്പോൾ മിനിസ്റ്റർ വീണ്ടും ലൈനിൽ വന്നിട്ടുണ്ട്. ഞാൻ മിനിസ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. മിനിസ്റ്റർ, ഞാൻ നേരത്തെ ചോദിക്കാൻ ശ്രമിച്ചത് ഈ കാണാതായ ആളുകളുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ജനകീയ തെരച്ചിലിനു വേണ്ടിയും നമ്മൾ കേന്ദ്രീകരിക്കുന്ന മേഖലകളിൽ ഇതിനു മുൻപ് തന്നെ പലതവണ തെരച്ചിൽ നടന്നിട്ടുള്ളതുമാണ്. അപ്പോൾ അതിനപ്പുറമുള്ള മേഖലകളിലേക്ക് ഇനി കടന്നു ചെല്ലുക എന്നുള്ളതാണോ? കാണാതായ മുഴുവൻ ആളുകളെയും കണ്ടെത്തുക എന്നുള്ളത് സർക്കാർ ലക്ഷ്യമായി ആദ്യം മുതൽ പറയുന്നുണ്ട്. അതെങ്ങനെ പ്രാവർത്തികമാകുമെന്നാണ് മിനിസ്റ്റർ ഇനി കരുതുന്നത്? ഇന്നലെ 138 മിസ്സിംഗ് എങ്കിൽ ഇന്നത് 131. അപ്പോൾ ഈ 131 പേർ അവരുടെ ഇപ്പോൾ നമ്മൾ അവരെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. രക്ഷാദൗത്യത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന പ്രശ്നം വരുന്നില്ല. ഇവരെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമവും നടത്തുക. നമ്മൾ ശ്രമം നടത്താതെ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നതും, എല്ലാ ശ്രമവും നടത്തി നമ്മളത് കൃത്യമായി അതിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നതും രണ്ടാണ്. ഇവിടെ ഇപ്പോൾ ജനങ്ങൾക്ക്, ആ പരിസരത്തുള്ളവർക്ക്, ജനപ്രതിനിധികൾക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ കൂടി മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അവർക്കവിടെ ആ വീടിൻ്റെ പരിസരം അവിടെയൊക്കെ വരാനും അവരുടേതായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറയാനുമുള്ള ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ളത് ഏറ്റവും വലുതാണ്. അവർ പറയുന്നത് കേൾക്കുക. അപ്പോൾ ആ നിലയിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ നിലയിലും അവരെ ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അവർക്ക് പറയാനുള്ളത് കേൾക്കുക. അവിടുത്തെ ജനപ്രതിനിധികളാണ്, അവിടുത്തെ സാമൂഹിക പ്രവർത്തകരാണ്. ആ പരിസരത്ത് അവരെ കൂടി കൊണ്ടുപോയി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതിന് സന്നദ്ധത അറിയിച്ച് നിരവധി പേർ തയ്യാറായിട്ടുണ്ട്. 190 പേര് തയ്യാറായിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഇപ്പോൾ നാളെ നമുക്കവിടെ കൊണ്ടുപോകാനാകില്ല. കാരണം ഒന്ന്, പ്രധാനമന്ത്രി വരുന്നത് കാരണം അതിന് സമയം ഇപ്പോൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ അതിന് പറ്റിയ ആളുകളെ നമ്മൾ വിളിച്ചു പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ആ ക്യാമ്പിലുള്ള വീട്ടിലുള്ളവർ നഷ്ടപ്പെട്ടവർ പലരും ഉണ്ട്. അവരെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ എത്തിയാൽ ചിലപ്പോൾ അവരുടെ മനസ്സെങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. മാനസിക പ്രയാസങ്ങളുണ്ടാവും. നമുക്ക് തന്നെ പലർക്കും അവിടെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ നിലയിൽ അതിന് തയ്യാറായിട്ടുള്ള ആളുകളുണ്ട്. മാനസികമായി അതിന് തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകൾ, അവിടുത്തെ ജനപ്രതിനിധികൾ, അവിടുത്തെ സാമൂഹിക പ്രവർത്തകർ, അവരുമായി പോവുക. അവർക്ക് പറയാനുള്ളത് കേൾക്കുക. ആ വീടിൻ്റെ പരിസരം, ഇതിലൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ കൂടി രക്ഷാദൗത്യത്തിൽ പങ്കുകൊള്ളുന്നവർ കേൾക്കുക. അങ്ങനെയുള്ളൊരു ജനകീയ ഇടപെടലാണ് നടത്തുന്നത്. അങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഇനിയും തുടരും. ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിനും ഒരുപാട് പ്രതീക്ഷയുണ്ട്. വയനാട് ദുരന്തം അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നുള്ള ആവശ്യം നിരവധി തവണ നമ്മൾ ഉന്നയിച്ചു, കത്തയച്ചു മുഖ്യമന്ത്രി. പക്ഷേ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഇത് കാണുമ്പോൾ അദ്ദേഹത്തിന് ഈ സാഹചര്യത്തിന്റെ ഗുരുതരാവസ്ഥ അല്പം കൂടി ബോധ്യമാകും. വെറുമൊരു സന്ദർശനം എന്നതിനപ്പുറം ഈ സമയത്ത് പുനരധിവാസമൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സമയം കൂടിയാണ്. ആ നിലയിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് മിനിസ്റ്റർ? അല്ല, പ്രധാനമന്ത്രി വരുന്നത് തീർത്തും സ്വാഗതാർഹമായ കാര്യമാണ്. പ്രധാനമന്ത്രി വന്ന് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ഇത് L3 ആയി അഥവാ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ, സമീപകാലത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. ആ നിലയിൽ ഇതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനും ഇതുമായി ബന്ധപ്പെട്ട് വേണ്ട സഹായങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുവാനുമുള്ള എല്ലാ നിലപാടുകളും തീരുമാനങ്ങളും പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് ഉപകരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ മിനിസ്റ്റർ, ഞാൻ ചോദിക്കാൻ ശ്രമിച്ചത് ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നുള്ള ആവശ്യം കേരളം മുന്നോട്ട് വയ്ക്കുമ്പോൾ അങ്ങനെയൊന്നില്ല. മുൻകാലത്തെ UPS സർക്കാരിൻ്റെ ഉൾപ്പെടെ ചില നിലപാടുകളൊക്കെ ചൂണ്ടിക്കാട്ടി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക, അങ്ങനെ ഒരു മാനദണ്ഡം തന്നെ ഇല്ല എന്നുള്ള എതിർവാദങ്ങളും നിൽക്കുന്നുണ്ടല്ലോ മിനിസ്റ്റർ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൻ്റെ അവസ്ഥ നമുക്ക് ഏത് നിലയിൽ ബോധിപ്പിക്കാനാകുമെന്നാണ് കരുതുന്നത്? അല്ല, മറ്റ് വിവാദങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അപ്രോച്ചോടുകൂടി കാര്യങ്ങളെ സമീപിക്കാനോ ഇപ്പോൾ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. വളരെ പോസിറ്റീവായി കേന്ദ്ര സർക്കാർ ഇതിനോട് എല്ലാ സഹായവും നൽകി കൂടെ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും.
അത് കൂടുതൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിക്കുന്നതിന് കാരണമായി മാറും എന്ന് കരുതുകയാണ്. ഇതിലും കാഷ്വാലിറ്റി കുറവുള്ള ദുരന്തങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നപ്പോൾ കേന്ദ്രം വലിയ നിലയിൽ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള സഹായമെങ്കിലും കേരളത്തിന് ഇതിൽ ലഭ്യമാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. ദേശീയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കുമെന്ന് പൊതുവെ ആളുകൾ കരുതുകയാണ്. എല്ലാ നിലയിലുമുള്ള സഹായവും പിന്തുണയും കേന്ദ്ര സർക്കാർ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി നൽകുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. മറ്റ് നെഗറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചിലേക്ക് പോകാൻ ഇപ്പോൾ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. ശുഭപ്രതീക്ഷയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. അത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക്, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരമാകുന്ന നിലയിൽ, എല്ലാത്തിനും നമുക്കിപ്പോൾ പരിഹാരം കാണാനാകില്ല. നമ്മൾ വിട്ടുപിരിഞ്ഞ അതിൻ്റെ ദുഃഖം അവിടെ ഉണ്ടാകും. എന്നാൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടം, മറ്റു പ്രയാസങ്ങൾ, പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ശുഭപ്രതീക്ഷയോടുകൂടി എല്ലാവരും കാത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കാണുകയാണ്. മിനിസ്റ്റർ, അവസാനമായി ഒരു ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. അത് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടാണ്. അത് സാധ്യമായ എല്ലാ നിലയിലും പോസിറ്റീവായ സമീപനം സർക്കാർ സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നു. ഈ മാധ്യമ പ്രവർത്തകരൊക്കെ ചില ആളുകളുടെ പ്രതികരണമൊക്കെ എടുക്കുമ്പോൾ പൂർണ്ണമായും വീടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ അവിടേക്ക് തന്നെ മടങ്ങിപ്പോകണം എന്നൊരു ആഗ്രഹം, സ്വാഭാവികമായി അവരെ സംബന്ധിച്ചിടത്തോളം ഈ വീട് എന്നുള്ളൊരു ഇമോഷണൽ കണക്ഷൻ കൂടിയാണല്ലോ, ഒരു പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷേ ആ നിലയിലുള്ളൊരു അവിടേക്കുള്ളൊരു മടങ്ങിപ്പോക്ക് അതിന് സാധ്യമാണോ മിനിസ്റ്റർ? സർക്കാർ എങ്ങനെയാണ് അത്തരം ആവശ്യത്തെ കാണുന്നത്? ശരി, അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈനിൽ വീണ്ടും പ്രശ്നം നേരിടുകയാണ്. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഞാൻ നേരത്തെ ചോദിക്കാൻ ശ്രമിച്ച കാര്യം, അതിന് ചോദ്യം ആവർത്തിക്കേണ്ടതില്ല എന്ന് കരുതുന്നു. അങ്ങേക്ക് മറുപടി പറയാം. ചോദ്യം ആവർത്തിക്കേണ്ട കാര്യമില്ല. കുറച്ച് പേരെങ്കിലും തിരിച്ചു പോകാൻ ആഗ്രഹിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഭാഗികമായി വീട് നഷ്ടപ്പെട്ടവർക്ക് 2 കാര്യം അടിയന്തരമായി ചെയ്യണം ഗവൺമെൻറ് ഈ പ്ലാനിൻ്റെ ഭാഗമായി. ഒന്ന്, അവർക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു മാനസിക ഒരു സഹായം കൊടുത്തിട്ടുണ്ട്. ഒരു മെൻ്റൽ ഒരു ദുരന്തത്തിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു മാനസിക സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകളും പോയി കൗൺസിലിങ്ങും മാറ്റിയും അതൊന്ന് തുടരണം. അത് 1-2 ദിവസം കൂടെ തുടരുമ്പോൾ അവർ കുറച്ചുകൂടി നല്ല നോർമലായ ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരും. അപ്പോൾ അതിനുശേഷം പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ എന്നൊക്കെ പറഞ്ഞ PRA പരിപാടികളൊക്കെ ഉണ്ട്. കാരണം വളരെ ജനങ്ങളെ കൂട്ടിയിരുത്തി കാര്യങ്ങൾ ആലോചിച്ചിട്ട് ചില തീരുമാനങ്ങളൊക്കെ അവരെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചെയ്തതിന് ശേഷം വേണം നമുക്ക് അങ്ങനെ ശാസ്ത്രീയമായി ടൂളുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് അതൊക്കെ ജനകീയ പരിപാടികളിൽ ചെയ്യുന്നതാണ്. പാർട്ടിസിപ്പേറ്ററി റിസോഴ്സ് അപ്രൈസൽ എന്നൊക്കെ പറയുന്ന പരിപാടികൾ ചെയ്യാം. അത്തരത്തിൽ അവരെയും കൂടി വിശ്വാസത്തിലെടുക്കുന്ന പരിപാടികൾ ചെയ്തതിന് ശേഷം ഈ ദുരന്തഭൂമിയുടെ, ഇപ്പോൾ സംഭവിച്ച ദുരന്തഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, അവിടുത്തെ മണ്ണിൻ്റെ സ്വഭാവം, നദിയുടെ സ്വഭാവം, ഇതെല്ലാം അവരെ ബോധ്യപ്പെടുത്തിയിട്ട് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് അവരെ മാറ്റുന്നത് എന്നുള്ള ബോധ്യം അവർക്ക് കൊടുക്കണം. മെച്ചപ്പെട്ടൊരു സംവിധാനത്തിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ആ മെച്ചപ്പെട്ട സംവിധാനത്തിലേക്ക് മാറണം എന്നുള്ള വളരെ കൃത്യമായ, വളരെ ശാസ്ത്രീയമായ ഒരു അവബോധം അവർക്ക് കൊടുക്കുകയും മാറ്റുകയും ചെയ്യണം എന്നുള്ളതാണ് വളരെ പ്രധാനം. കാരണം വയനാട് മേഖലയിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഇതുപോലത്തെ മലനിരകളും അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും അവിടെ കൊണ്ടുപോയി തന്നെ നമ്മൾ താമസിപ്പിക്കുകയും ഇനിയൊരു ദുരന്തം കൂടെ ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും പൊതുസമൂഹം നമ്മളെ വിലയിരുത്തുന്ന മറ്റു രൂപത്തിലായിരിക്കും. ഒരിക്കൽ സംഭവിച്ച സ്ഥലത്തേക്ക് ജനങ്ങളുടെ നിർബന്ധം കൊണ്ട് നമ്മളവിടെ അയച്ചു. അതങ്ങനെ അയക്കാൻ പാടില്ലായിരുന്നു എന്നൊരു ചർച്ചയായിരിക്കും നാളെ പൊതുസമൂഹം ചെയ്യുന്നത്. അതുകൊണ്ട് അവർ വലിയ പിടിവാശിയൊക്കെ ചിലപ്പോൾ പിടിച്ചേക്കാം. പക്ഷേ അവരെ വിശ്വാസത്തിലെടുക്കുന്ന ഒരു പ്രോസസ്സ് കൂടി ചെയ്ത് അവരെ നിയമം കൊണ്ടല്ല, അല്ലാതെ തന്നെ അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നവരാണല്ലോ, പ്രായപൂർത്തിയായവരൊക്കെ ആണല്ലോ. അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാത്രമേ അവരെ മാറ്റാവൂ. ഇനി അവരുടെ ഭാഗികമായ കെട്ടിടങ്ങളാണ് അവിടെ പൊളിഞ്ഞ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ അവശിഷ്ടമല്ല, അതിൻ്റെ ബാലൻസ് വരുന്ന തടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ പുതിയ നിർമ്മാണത്തിനൊക്കെ പ്രയോജനപ്പെടുത്താം. അത് വേറെ വിഷയമാണ്. പക്ഷേ എന്തായാലും ദുരന്തമുണ്ടായ പ്രദേശത്ത്, ദുരന്തമുണ്ടായ സ്ഥലത്ത് 2 ഗ്രാമമാണ് എടുത്തു പോയത്. 10, 11, 12 വാർഡുകളാണ് എടുത്തു പോയത്. അപ്പോൾ അതിനകത്ത് വീണ്ടും ആ മലനിരകൾക്ക് താഴ്വാരത്തിൽ അവരെ കൊണ്ട് താമസിപ്പിക്കുന്നത് സേഫല്ല. പല കാരണങ്ങൾ, അത് അവർക്ക് നല്ലതല്ല. കാരണം അവരെ അയൽവക്കത്തുള്ള ആളുകളെല്ലാം മരിച്ചുപോയി, വീടെല്ലാം പോയി, കൂടുതൽ അവർ പാനിക്കാവുകയുള്ളൂ. അപ്പോൾ പുതിയ അന്തരീക്ഷത്തിലേക്ക് അവരെ മാറ്റാനുള്ള വളരെ നയപരമായ കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് അവരെ മാറ്റുകയാണ് ഏറ്റവും ശാസ്ത്രീയമായ ഒരു സമീപനം. യെസ്, തീർച്ചയായും. ഡോക്ടർ പ്രേംകുമാർ, ഈ പുനരധിവാസം എന്ന് പറയുമ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ ദുരിതാശ്വാസ നിധിയാണ്, അതിലേക്ക് ലഭിക്കുന്ന സംഭാവനകളാണ്. പക്ഷെ നോക്കൂ, ഇവിടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്ത് നിന്നുള്ള ആളുകൾ പോലും ഈ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകളെ ഈ ഘട്ടത്തിൽ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ചെറിയ ചില ശബ്ദങ്ങൾ അല്ലാതെ ഉണ്ടായി, പക്ഷെ നമ്മൾ അതിൻ്റെ കാര്യമാക്കേണ്ടതില്ല എന്ന് തോന്നുന്നു.
പക്ഷെ നോക്കൂ, ഈ CMDRFനെ തകർക്കാനുള്ളൊരു ശ്രമവും ഇതിന്റെ ഭാഗമായി സമൂഹത്തിൽ നടക്കുന്നത് നമ്മൾ കാണുകയാണ്. KSIFക്ക് ലാപ്ടോപ്പ് വാങ്ങി എന്നത് ഉൾപ്പെടെയുള്ള പ്രചാരണം. CMDRF എന്നത് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന ഒരു സംവിധാനമല്ല. മുൻകാലങ്ങളിലും ഒരുപാട് സർക്കാരുകൾ കാര്യക്ഷമമായി ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഒരുപക്ഷെ 2016 ശേഷമാകും നമ്മൾ ഈ CMDRFന്റെ ഉപയോഗമൊക്കെ ഇത്ര കാര്യമായി കേൾക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു ഇടതുപക്ഷത്തിന്റെ ഒരു കൊണ്ടുവരവാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനമാണ്, അതിനെ നമ്മൾ തകർക്കണം എന്നുള്ളൊരു ലക്ഷ്യം, അങ്ങനെ ബോധപൂർവമായ ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ടോ? നേരത്തെയുള്ള പ്രതികരണങ്ങളിലൊക്കെ മിനിസ്റ്റർ PA മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ തന്നെ ഈ ചർച്ച ഒരിക്കലും അത്തരത്തിലുള്ള ഒരു വിവാദപൂർണമായ പരാമർശങ്ങളിലേക്കൊന്നും പോകരുത് എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഈ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള ഏറ്റവും ലളിതമായ മറുപടി എന്താണെന്ന് വെച്ചാല്, മനുഷ്യര് നാനാവിധം ഉള്ള ആളുകളാണ്, പല രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ഒരു വലിയ ദുരന്തം ഉണ്ടാകുമ്പം അതിൽ ആനന്ദിക്കുകയും അതിൽ കഷ്ടപ്പെടുന്ന ആളുകളുടെ അവസ്ഥയെ നോക്കി പരിഹസിക്കുകയും അവരെ പരിഹസിക്കുന്ന ആളുകളെ, അവരെ സഹായിക്കുന്ന ആളുകളെ പരിഹസിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊരു സത്യമാണ്. അതിൽ പലരും നമ്മളൊക്കെ വല്ലാതെ ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള വലിയ സാംസ്കാരിക നായകന്മാർ വരെ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇന്ന് രാവിലെ മുതൽ ഒരു വളരെ പ്രശസ്തനായ ഒരു സാഹിത്യകാരൻ, സാംസ്കാരിക നായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് റീബിൽഡ് വയനാട് എന്നുള്ള ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഡിവൈഎഫ്ഐയുടെ ആളുകളിൽ നിന്ന് പണം സ്വരൂപിക്കുന്നതിന് പകരം ആക്രി കളക്ട് ചെയ്തിട്ട് അത് വിറ്റിട്ട് ആ പൈസ CMDRFലേക്ക് കൊടുക്കുന്നു എന്നുള്ളതിനെ ഏറ്റവും മനുഷ്യത്വരഹിതമായ രീതിയിൽ പരിഹസിക്കുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് രംഗത്ത് വരികയാണ്. കേരളത്തിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നു എന്ന് കരുതുന്ന സാംസ്കാരിക എന്നുള്ള ടാഗ് കൊണ്ട് നടക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള മനുഷ്യന്മാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അവിടെ ഇവിടെയൊക്കെ വളരെ ദുർലഭമായിട്ടുണ്ടാവും. അത് സ്വാഭാവികമാണ്. അത് പ്രകൃതിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് പോലെ ഉണ്ടാവുന്നതാണ്. ഇത്രയും വിശാലമായി ശ്രീ പ്രേംകുമാർ നോക്കൂ, പക്ഷെ അതിനൊരു അശാസ്ത്രീയത നമ്മൾ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് പുനർനിർമ്മാണത്തിനൊക്കെയായി വലിയ തുകകൾ പറഞ്ഞിരിക്കുന്ന ചില ട്രസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. പിന്നീട് വരുന്ന ചില ആളുകൾ CMDRFലേക്ക് പൈസ കൊടുക്കുന്നില്ല, ഈ ട്രസ്റ്റിലേക്ക് കൊടുക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു അപകടമുണ്ട്. അതിനെ ആളുകളെ എങ്ങനെ നമ്മൾ ബോധ്യപ്പെടുത്തും ഈ ഘട്ടത്തിൽ? അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണത് ഇവർക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നതുകൂടിയില്ലേ? അല്ല, ആളുകൾക്ക് അത് മനസ്സിലാവാത്തത് കൊണ്ടല്ല ഞാൻ ഈ പരാമർശിച്ച പോലുള്ള ആളുകൾ ഇതിനെതിരെ ചാടി ഇറങ്ങുന്നത്. അവർ വളരെ കൃത്യമായ ഉദ്ദേശത്തോടെയാണ് കേരളം സർവൈവ് ചെയ്യുക എന്നുള്ള ദുരന്തമുഖങ്ങളിൽ പ്രത്യേകിച്ചും കേരളം നിവർന്നു നിൽക്കുക എന്നുള്ളത് അവരുടെ കുൽസിതമായ താല്പര്യങ്ങൾക്ക് എതിരാണെന്നുള്ളത് കൊണ്ട് വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്ന് കേരള ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഷുക്കൂർ വക്കീൽ എന്ന് നമ്മൾ പറയുന്ന സിനിമാ നടനൊക്കെ ഷുക്കൂർ വക്കീൽ, അദ്ദേഹം ഒരു ലീഗൽ ആക്ടിവിസ്റ്റും കൂടിയാണ്, പ്രാക്ടീഷണർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ. അദ്ദേഹത്തിന്റെ ഒരു PIL ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ കൃത്യമായിട്ടും അതായത് ആളുകളുടെ നന്മയിൽ നിന്നാണ് ഈ ഫണ്ട് പിരിക്കപ്പെടുന്നത്. അതായത് സഹജീവികളുടെ സങ്കടത്തിൽ സഹായിക്കണം എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ പിരിക്കുന്ന ഒരു രൂപ പോലും, ഒരു നാണയത്തൊട്ട് പോലും വേസ്റ്റ് ആയി പോവരുത്, അൺഓഡിറ്റഡ് ആയിട്ട് പോവരുത്, ഓഡിറ്റ് ചെയ്യപ്പെടണം. ഓഡിറ്റ് ചെയ്യപ്പെടാനുള്ള ഏറ്റവും നല്ല സംവിധാനം അത് സർക്കാർ സംവിധാനത്തിലൂടെ ആവുക എന്നുള്ളതാണ്. അത് ഒരു കാര്യം, കൊടുക്കുന്ന ആളുടെ കാര്യം. അപ്പുറത്ത് ഈ ദുരന്തത്തിൽ ദുരിതം അനുഭവിച്ച വീടും കൃഷിയിടവും ഭൂമിയും ഒക്കെ നഷ്ടപ്പെട്ട, ബന്ധുക്കളെയൊക്കെ നഷ്ടപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത്, അവരുടെ പുനരധിവാസം എന്നുള്ളത് അവരുടെ റൈറ്റ് ആണ്. ഇവിടുത്തെ സിറ്റിസൺസ് എന്ന നിലയിൽ റൈറ്റ് ആണ്. സർക്കാർ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന കാര്യമാണ്. അത് ഒരു കാരണവശാലും ഏതെങ്കിലും സംഘടനയുടെയോ പാർട്ടിയുടെയോ വ്യക്തിയുടെയോ ഔദാര്യം മൂലമാവരുത്. അവര് നാളെ താമസിക്കുന്ന വീടിന്റെ പുറത്ത് ഇത് ഇന്നയാൾ കെട്ടിത്തന്നതാണ്, ദയ തോന്നി കെട്ടിക്കൊടുത്തതാണ് എന്നുള്ള ഒരു ടാഗ് ഉണ്ടാവാൻ പാടില്ല. അതുകൂടെ ഒഴിവാക്കാൻ. പിന്നെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, എല്ലാവർക്കും ഒരേപോലെ വേണം ഈ പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കാൻ. ഓരോരുത്തർക്കും ഉണ്ടായ നഷ്ടങ്ങളൊന്നും പരിഹരിക്കാൻ മനുഷ്യ സാധ്യമല്ല തന്നെ. കാരണം 11 ബന്ധുക്കൾ നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനെ നമ്മൾ എന്ത് കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ പുനരധിവസിപ്പിക്കുക? അത് പോസിബിൾ അല്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിന് വീടും കുറച്ച് ഭൂമിയും ജീവനോപാധിയും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. മനുഷ്യന്മാരുടെ നിലനിൽപ്പിന്റെയോ സന്തോഷത്തിന്റെയോ ആത്മസംതൃപ്തിയുടെയോ കാര്യം എടുക്കുമ്പോൾ അത് വളരെ ചെറിയ കാര്യങ്ങളാണ്. നമുക്കൊക്കെ അറിയാം, ദുഃഖങ്ങളാണ് അതിനേക്കാൾ വലുത്. അതുകൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അവർക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ അവരുടെ അവകാശം എന്നുള്ള രീതിയിൽ തന്നെ അവർക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് സർക്കാർ സംവിധാനത്തിലൂടെ വേണമെന്നാണ്. നിലവിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏറ്റവും ട്രാൻസ്പെറന്റ് ആയ, ഏറ്റവും അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു സംവിധാനമാണ്
കേരളത്തിൽ നിലനിൽക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട്, അതിൽ നിന്ന് 1 രൂപയെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ചെലവഴിച്ചതിൽ എന്തെങ്കിലും പിശകോ എന്തെങ്കിലും അധാർമികതയോ എന്തെങ്കിലും അൺഎത്തിക്കൽ പ്രാക്ടീസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ കർശനമായി വരാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഡിഫോൾട്ടായിട്ട് അത് 100% അക്കൗണ്ടബിൾ ആണ്, 100% ട്രാൻസ്പെറന്റ് ആണ്. എത്ര പൈസ എപ്പോൾ വന്നു, എന്തിനൊക്കെ പോയി എന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ഓൾ പാർട്ടി മീറ്റിംഗിൽ എടുക്കേണ്ടുന്ന ഡിസിഷൻ ആയിരുന്നു. പക്ഷെ അതില്ലാത്തതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇന്റർവെൻഷൻ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് വയനാടിന്റെ പേര് പറഞ്ഞ് പിരിക്കുന്ന ഓരോ രൂപയും അക്കൗണ്ടബിൾ ആയിരിക്കണം, ഓഡിറ്റഡ് ആയിരിക്കണം. കാരണം നമ്മൾ ഈ കാണുന്ന കേരളത്തിൽ നമ്മൾ മെയിൻ സ്ട്രീം കാണുന്ന സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ മാത്രമല്ല, ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, അല്ലാതെ നൂറുകണക്കിന് സംഘടനകൾ ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു ഫൗണ്ടേഷൻ, ഒരു എന്താ പറയാ, ഒരു NGO അവര് ഫണ്ട് സ്പെൻഡ് ചെയ്ത് ആഡ് ചെയ്യാണ് ഫേസ്ബുക്കിൽ. വയനാട്ടിലുള്ള ആളുകൾക്ക് ഭക്ഷണത്തിനുള്ള പൈസ സംഭാവന ചെയ്യൂന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം. വയനാട്ടിൽ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്കുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് കേരള സർക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അവിടെയുള്ള കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ വരെ അവരുടെ ആവശ്യം എന്താണോ അത് മുഴുവൻ നിവർത്തിക്കാൻ ഉള്ള ഒരു സ്റ്റേറ്റ് മെഷീനറി അവിടെ വർക്ക് ചെയ്യുമ്പം ഇന്ത്യ മുഴുവൻ കറങ്ങുന്ന ക്യാമ്പയിൻ എന്താണെന്ന് വെച്ചാൽ അവിടെ ദുരിതത്തിലായിരിക്കുന്ന ആളുകളുടെ വിശപ്പ് മാറ്റാൻ നിങ്ങൾ സഹായിക്കൂ, 1100 രൂപ തരൂ, ഒരു ഭക്ഷണ കിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇതിനെ കച്ചവടമാക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ചുറ്റും. ഇതിനെ വളരെ 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 ഫലപ്രദമായി, വളരെ ശക്തമായി തന്നെ സർക്കാർ ഇതിൽ ഇടപെട്ടിട്ട് ഒരൊറ്റ ട്രാക്കിലൂടെ, അത് മുഴുവൻ ആളുകളെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരൊറ്റ ട്രാക്കിലൂടെ കൊടുക്കാനും അത് ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കാനുമാണ് ശ്രമിക്കേണ്ടത്. സത്യം അസില പറഞ്ഞത് സത്യമാണ്. ഇപ്പം KPCC പ്രസിഡന്റ് K. സുധാകരനിൽ നിന്ന് തന്നെയാണ് ആദ്യം അങ്ങനെ ഒരു മോശം കമന്റ് വന്നിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസിന് ഫണ്ട് ഉണ്ട്, അവിടെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിനുശേഷം നമ്മൾ കണ്ടു കോൺഗ്രസിന്റെ ധീരരായിട്ടുള്ള നേതാക്കന്മാർ, ഏറ്റവും സീനിയർ ആയ കേരളത്തിലെ നേതാവ് AK ആന്റണി അടക്കം CMDRFലേക്ക് ഫണ്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ക്യാമ്പയിൻ ശ്രമം എന്ന് പറഞ്ഞ കാര്യത്തിൽ നമ്മൾ വലിയൊരു സംഭവമായിട്ട് കാണേണ്ട ആവശ്യമില്ല. അതിനെ തള്ളിക്കളയാനുള്ള വിവേകം മലയാളികൾക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, വളരെ ശരിയുമാണ്. ഞാൻ മടങ്ങിയെത്താം. സനോജ് സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി കൂടി വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. സനോജ, ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരങ്ങളിലേക്ക് കൂടി പോകാമെന്ന് കരുതുകയാണ്. ഒപ്പം തന്നെ നാളെ ജനകീയ തെരച്ചിൽ അതിന് ആഹ്വാനം ചെയ്തിരുന്നു. പക്ഷേ അല്പം മുമ്പ് മിനിസ്റ്റർ തന്നെ പറയുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് ഒരുക്കേണ്ട ക്രമീകരണങ്ങളുടെ ഭാഗമായി 2-3 മണിക്കൂറോ ഒരു പക്ഷേ നാളെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് സനോജ്? അസിത, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി മറ്റന്നാൾ ഇവിടേക്ക് എത്തുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായിട്ട് 24 മണിക്കൂറിന് മുന്നേ സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി ആ പ്രദേശത്തു നിന്നും, അതായത് ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈ മേഖലയിൽ നിന്നും ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ 6 മണി മുതൽ പുലർച്ചെ 6 മണിക്ക് ആരംഭിക്കുന്ന ജനകീയ തെരച്ചിൽ രാവിലെ 11 മണി വരെ തുടരും. 11 മണിക്ക് ശേഷം അവിടെ നിന്നും എല്ലാവരെയും മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്നും തെരച്ചിൽ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വ്യാപകമായി നടന്നിരുന്നു. ഒപ്പം തന്നെ സുരക്ഷാ സേനയുടെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് ഒരു ബോഡി കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി, ഒരു ശരീരഭാഗവും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഓരോ ദിവസവും തെരച്ചിൽ നടത്തുമ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് ഒരാളുടെ മൃതദേഹം കിട്ടുന്നു, ശരീരഭാഗങ്ങൾ കിട്ടുന്നു. അപ്പോൾ തെരച്ചിൽ പെട്ടെന്ന് നിർത്തുക എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ആലോചനയിലില്ല. വ്യാപകമായ രീതിയിൽ വരും ദിവസങ്ങളിലും തെരച്ചിലുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. അങ്ങനെയുള്ള ക്രമീകരണവുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഒപ്പം തന്നെ സുരക്ഷാ സേനകൾ, ഫയർഫോഴ്സും NDRFും ഉൾപ്പെടെയുള്ള സേനകൾ, ഒപ്പം തന്നെ ക്യാമ്പുകളിൽ കഴിയുന്ന 196 പേര് ഈ നാളത്തെ തെരച്ചിലിൽ പങ്കെടുക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെ കൂടി, കാരണം ആ പ്രദേശവാസികളായിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലത്തിൻ്റെ ധാരണയുണ്ട്. അപ്പോൾ അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് പരമാവധി മേഖലകളിൽ തെരച്ചിൽ നടത്തി ഇനിയും മണ്ണിൽ പൊതിഞ്ഞ് ആരെങ്കിലും കിടപ്പുണ്ടോ എന്ന് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടി കണക്കിലെടുത്തുകൊണ്ട് നാളെ 11 മണിയോടുകൂടി നാളത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുമെങ്കിൽ കൂടിയും വരും ദിവസങ്ങളിലും തെരച്ചിൽ നടത്തുവാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. കാരണം ഇന്നും ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് തെരച്ചിലുമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മന്ത്രി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയപ്പെടുന്നത് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ വളരെ മാനസിക പ്രയാസത്തിന് അടിമപ്പെട്ട് കഴിയുന്നവരുണ്ട്. അവർ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു
വായിക്കുവാൻ അവർക്ക് പുസ്തകം വേണം എന്ന് അവർ ആവശ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പുസ്തകങ്ങൾ നൽകി, ലൈബ്രറി പുസ്തകങ്ങൾ നൽകി. ഒപ്പം തന്നെ ഈ കുട്ടികൾക്ക് പഠിക്കുവാൻ വേണ്ടി പാഠപുസ്തകങ്ങൾ വേണമെന്ന് പറഞ്ഞു. അവർക്ക് പാഠപുസ്തകങ്ങൾ എത്തിച്ചു നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല കുട്ടികൾക്ക് കളിക്കുവാൻ, അതായത് മാനസികോല്ലാസത്തിന് വേണ്ടി കുട്ടികൾക്ക് കളിക്കുവാൻ കളിപ്പാട്ടങ്ങൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് കളിപ്പാട്ടങ്ങൾ കൊണ്ടുകൊടുത്തു. ഇതൊക്കെ ഒരു ചെറിയ കാര്യമായി കേൾക്കുന്നവർക്ക് തോന്നുമെങ്കിലും മാനസിക പ്രയാസത്തിന് അനുഭവപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ക്യാമ്പുകളിൽ അവരുടെ പഴയ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുമോ അതെല്ലാം പരമാവധി നടപ്പാക്കിക്കൊണ്ട് അവരെ പഴയ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക. നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും സർക്കാരിനും മറ്റ് ബന്ധപ്പെട്ട ഏജൻസികൾക്കും നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും അവർക്ക് നൽകാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി നൽകിക്കൊണ്ട് അവരെ ഇപ്പോൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസത്തിൽ നിന്നും അവരെ വീണ്ടും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിന് കൂടിയാണ് സർക്കാർ നേതൃത്വം നൽകുന്നത്. മാത്രമല്ല ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായി PWD റെസ്റ്റ് ഹൗസുകൾ കണ്ടെത്തി അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ റെസ്റ്റ് ഹൗസുകൾക്ക് പുറമെ വാടക വീടുകൾ കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ വാടക വീടുകൾ കൂടി കണ്ടെത്തി അതിൻ്റെ നടപടിക്രമങ്ങളും വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്രയും വേഗം ഇവരെ പഴയ ജീവിതത്തിലേക്ക്, പ്രത്യേകിച്ച് ക്യാമ്പുകളിൽ നിന്നും മടക്കി അവരുടെ വീടുകൾ എന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചുകൊണ്ട് അവരുടെ മാനസികമായ പ്രയാസങ്ങൾ മാറ്റിക്കൊണ്ട് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനവുമായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അസിത. ശരി, സനോജ് സുരേന്ദ്രനാണ് അത്തരം വിവരങ്ങൾ നൽകുന്നത്. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, നോക്കൂ, നമ്മൾ ഈ പുനരധിവാസത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അങ്ങ് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ അത് ഏറ്റവും പ്രധാനമാണ്. പക്ഷേ നമ്മുടെ പല മേഖലകളും പ്രവചനാതീതമാകുന്നു എന്നൊരു കാര്യം കൂടി നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ? നോക്കൂ, ഇപ്പോൾ തന്നെ ഈ പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അത് പരിസ്ഥിതി ലോല മേഖലയാക്കുക എന്നുള്ളൊരു ബില്ല്, കരട് രൂപം നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ട്. കേന്ദ്രം ഈ അടുത്ത ദിവസങ്ങളിൽ കൊണ്ടുവന്നതാണ്. കേരളത്തിലെ 131 വില്ലേജുകളാണ് ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുക, ശ്രീ സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ ഈ മേഖലകളിലൊക്കെ ജീവിതം, ജനജീവിതം, അല്ലെങ്കിൽ അതിനുശേഷമുള്ള അവരുടെ മറ്റു കാര്യങ്ങൾ, അതൊക്കെ എങ്ങനെയാകണം എന്നാണ് ഇനി പറയേണ്ടത് നമ്മൾ? അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ഞാനൊരു ഇതുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലെല്ലാം ജോലി ചെയ്തിരുന്ന ഒരാളാണ്. വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഡേറ്റ ഉള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 123 വില്ലേജുകൾ ഇങ്ങനെ പ്രഖ്യാപിച്ചു. വില്ലേജുകളെ മൊത്തത്തിൽ അങ്ങനെ പ്രഖ്യാപിക്കുന്നത് ശാസ്ത്രീയമാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യനാണ്. വയനാട് ജില്ല എടുത്തു കഴിഞ്ഞാൽ തന്നെ വയനാട് ജില്ലയുടെ 25 പഞ്ചായത്തുകളിൽ, അല്ല ഇപ്പോൾ 23 ആണെന്ന് തോന്നുന്നു, 23, 25, നേരത്തെ 25 പഞ്ചായത്തുകളിൽ അതിലോലമായ പ്രദേശമുണ്ട്, കുറച്ച് ലോലമായ പ്രദേശമുണ്ട്, കുറേ സുരക്ഷിതമായ പ്രദേശമുണ്ട്. അപ്പോൾ സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് ആളുകളെ താമസിപ്പിക്കുക, താമസ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ. കുറച്ച് ലോലമായ പ്രദേശങ്ങളിൽ കൃഷിയും മറ്റു കാര്യങ്ങളും അത് അതിൻ്റെ രീതി അനുസരിച്ച് ചെയ്താൽ മതി. എന്ത് കൃഷിയാണ് ചെയ്യുന്നത് അതനുസരിച്ചാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുക. എല്ലാ മണ്ണിലും എല്ലാ കൃഷിയും ചെയ്യാൻ പറ്റത്തില്ല. ഏറ്റവും അതീവ ദുർബലമായ, അല്ലെങ്കിൽ ദുർബലം എന്ന് പറഞ്ഞാൽ വലിയ ചരിവ് കൂടുതലാണ് ഈ പ്രശ്നം. അത് അങ്ങനെ പറയുമ്പോൾ ആളുകൾ പെട്ടെന്ന് മനസ്സിലാവും. 22 ഡിഗ്രിക്ക് മുകളിൽ ചരിവ് കൂടിയിട്ടുള്ള പ്രദേശങ്ങളാണ് ഈ ദുർബലം എന്ന് പറയുന്നത്, നല്ല മഴയും വരുന്ന സ്ഥലം. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ വേറൊരു പ്രൊട്ടക്ഷൻ നടക്കണം. അവിടെ അഫോറസ്റ്റേഷൻ പ്രോസസ്സ് നടക്കണം. അവിടെ ഒരുപാട് മറ്റ് ചെടികൾ, ജാമച്ചം, മുള പോൽ അങ്ങനെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, മണ്ണൊലിപ്പൊക്കെ തടയുന്ന, ഉരുൾപൊട്ടൽ തടയുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അവിടെ നടക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കേണ്ടത്. അപ്പോൾ അങ്ങനെ 2-3 മേഖലയായിട്ട് തിരിക്കാൻ പറ്റും. അങ്ങനെ തിരിച്ചുകൊണ്ട് ഇതിനകത്ത് ആളുകളെ സുരക്ഷിതമായ സ്ഥാപനങ്ങൾ ക്ലസ്റ്റർ ഫോമിൽ താമസിപ്പിക്കേണ്ടി വരും. കൃഷി അല്ലാത്തടത്ത് ചെയ്തോട്ടെ. കൃഷി അവർ കുറച്ച് അല്ലാത്ത കാര്യം, കൃഷിക്കൊക്കെ ഇൻഷുറൻസൊക്കെ വെച്ച് കഴിഞ്ഞാൽ വിളയൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ. മനുഷ്യൻ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഇത്രയും ദുഃഖം വരുന്നത്. അപ്പോൾ കൃഷിയൊക്കെ നമുക്ക് എങ്ങനെയും പരിഹരിക്കാം. അല്ലെങ്കിൽ ഒരുപാട് കൃഷി നാട്ടിലുമൊക്കെ നഷ്ടപ്പെടുന്നുണ്ടല്ലോ, പിന്നെ പേമാരിയും വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിലോലമായ പ്രദേശങ്ങൾ, അതായത് ഏറ്റവും സുരക്ഷിതം, മനുഷ്യർക്ക് താമസിക്കാൻ പറ്റുന്ന ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, വയനാട് തന്നെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്ലസ്റ്റർ ഫോമിൽ, അതാണ് ടൗൺഷിപ്പൊക്കെ എന്ന് പറയുന്നത്, ടൗൺഷിപ്പ് ഫോമിലോ ക്ലസ്റ്റർ ഫോമിലോ വില്ലേജ് ഫോമിലോ ഒക്കെ അവർക്ക് നല്ല പേരുവല്ലായിട്ട് നല്ലൊരു മിഷൻ നല്ലൊരു മിഷൻ തുടങ്ങണം. ഇതിനു വേണ്ടി പരമ്പരാഗത ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏൽപ്പിച്ചാൽ ഇത് പലതും പ്രശ്നമായിരിക്കും. കാരണം ഞാനീ പറയുമ്പോൾ ഈ പർട്ടിക്കുലർ ഗവൺമെൻറ്റിലെ ഡിപ്പാർട്ട്മെൻറ്റുകളൊന്നും അല്ല, നമ്മളൊരു സിസ്റ്റമാണ്. നമ്മൾ കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന് ശേഷം തുടരുന്നൊരു സിസ്റ്റമാണ് ഈ പറയുന്നത്. എല്ലാ ഗവൺമെൻറ്റുകളും വരുന്നൊരു സിസ്റ്റമാണ്. നാളെ ഇത് മാറി പുതിയൊരു പാർട്ടി ആര് വന്നാലും ഈ സിസ്റ്റത്തിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ ഒരു ലാക്കുണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സിസ്റ്റം ഇങ്ങനെ വെച്ചുകൊണ്ട് ചെയ്യുന്നതിൽ ചില പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക മിഷൻ തന്നെ നമ്മൾ അങ്ങനെ എത്രയോ മിഷനുകളാണല്ലോ ഇവിടെയെല്ലാം സക്സസ് ആയിട്ടുള്ളത്. കുടുംബശ്രീ മിഷനാണ്, ജലജീവ മിഷനാണ്, സമ്പൂർണ്ണ സാക്ഷരത മിഷനായിരുന്നു, എത്രയോ NRHM മിഷനാണ്, എത്രയോ മിഷനുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. അത് പുതിയ കാര്യമൊന്നുമല്ല. അപ്പോൾ വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി നല്ലൊരു പേരൊക്കെട്ടൊരു മിഷൻ വയ്ക്കുകയും അതിനകത്ത് കൃത്യമായൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുകയും ആ ബ്ലൂ പ്രിൻ്റിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ആളുകൾ താമസിപ്പിക്കുകയും കുറച്ച് കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് കൃഷി ചെയ്യുകയും ബാക്കിയുള്ള സ്ഥലങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ
ചെയ്യാൻ പറ്റുന്നതാണ്, വയനാട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ കെട്ടിട നിർമ്മാണം നടത്തുമ്പോൾ നമ്മൾ എടുക്കേണ്ട ചില പ്രിക്കോഷൻസ് ഉണ്ട്, അതിന് വെക്കേണ്ട ചില മെറ്റീരിയലുകളുടെ കാര്യങ്ങളുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കൃഷി, ഇനി എന്ത് കൃഷി ചെയ്യണം, ഇഷ്ടമുള്ള കൃഷി ചെയ്യാൻ ആളുകളെ വിടാൻ പറ്റത്തില്ല. അത് ഒരിടത്തും പറ്റത്തില്ല, ലോകത്തൊരിടത്തും പറ്റത്തില്ല, ആ മലനാട്ടിലൊട്ടും പറ്റത്തില്ല, കോസ്റ്റൽ ഏരിയയിലും അത് പറ്റത്തില്ല, കേരളത്തിൽ ഒരിടത്തും അത് പറ്റത്തില്ല. തിരിച്ചാണ് ചിന്തിക്കണം. ഞാൻ ഈ മലനാട്ടുകാരെ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്തിങ്ങനെ പിടിക്കണമെന്നുള്ള അർത്ഥത്തിൽ ചർച്ച വരുന്നില്ല, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോ തുണ്ട് ഭൂമിക്കും എന്ത് കൃഷി ചെയ്യാൻ പറ്റും, എന്ത് ചെയ്തുകൂടാ, അല്ലെങ്കിൽ നാട്ടിൽ കപ്പ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, മലനാട്ടിൽ കപ്പ നടുമ്പോൾ എങ്ങനെ നടണം, നാട്ടിൽ ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ എങ്ങനെ നടണം, അതിനൊരു പ്രോസസ്സുണ്ട്. ഈ പ്രോസസ്സ് അവരെ പഠിപ്പിക്കണം. അതിന് കാർഷിക സർവകലാശാലയും കൃഷി വകുപ്പിനൊക്കെ കഴിയും. അത്തരത്തിൽ ടെക്നിക്കലായി, പ്രൊഫഷണലായി, സാങ്കേതികമായി ആളുകളെ ജീവിക്കാനും കൂടി പഠിപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ ദുരന്തങ്ങൾ വരും. കഴിഞ്ഞ പ്രാവശ്യം വന്നു, പിന്നെ പെട്ടിമുടിയിൽ വന്നു, പിന്നെ എന്താണ് അതിൻ്റെ കവളപ്പാറ വന്നു, ഒരുപാട് സ്ഥലങ്ങളിൽ വന്നു. ഇനിയും ആളുകളെ നമുക്ക് ദുരന്തത്തിലേക്ക് വിടാൻ കഴിയില്ല. കാരണം അത്ര വലിയ നമുക്ക് താങ്ങാവുന്ന, മലയാളിക്കും കേരളത്തിനും ഇന്ത്യക്കും താങ്ങാവുന്ന വലിയൊരു ദുരന്തമാണ് വന്നിരിക്കുന്നത്, കഴിയാത്തൊരു ദുരന്തമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ചില റെസിസ്റ്റൻസ് ഉണ്ടാവും, അവർക്ക് നിൽക്കുന്നിടത്ത് നിന്ന് മാറാൻ പ്രയാസമുണ്ടാവും, പല പ്രയാസങ്ങളും ഉണ്ടാവും. പക്ഷേ അതിനെ നമ്മൾ വളരെ ബോധപൂർവം അവരെ വിശ്വാസത്തിലെടുത്ത് അവരെയും കൂടി അവർക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ള ഒരു ഹാബിറ്റേഷൻ കിട്ടുമെന്നറിഞ്ഞാൽ അവർക്ക് സന്തോഷമായിരിക്കുമല്ലോ. വെള്ളവും വൈദ്യുതിയും അത്യാവശ്യമാണെങ്കിൽ സ്പോർട്സ് ഗ്രൗണ്ടും, ഞാൻ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പറയുന്നത്, വേണമെങ്കിൽ അവർക്ക് മറ്റെല്ലാ സൗകര്യങ്ങളും പറ്റുന്ന റിക്രിയേഷൻ ക്ലബ്ബും ഈ ലൈബ്രറിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ലൈബ്രറി അടക്കമുള്ള എല്ലാ സംവിധാനമുള്ള വില്ലേജ് ക്ലസ്റ്ററുകൾ, അതാണ് ടൗൺഷിപ്പ് എന്ന ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. 2-3 സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അവിടെ ഹാരിസൺ എസ്റ്റേറ്റിനും മറ്റു പല സ്ഥലത്തുമൊക്കെ വസ്തുവൊക്കെ കിടപ്പുണ്ട്, താഴ്ന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളിൽ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടത്തേക്ക് വില്ലകളും വില്ലേജുകളൊക്കെ ഉണ്ടാക്കി ആളുകളെ മാറ്റിപ്പാറി. അതൊരു നീഡാണ്. നമ്മളിപ്പോൾ ഒരു അസുഖം വന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെഡിസിൻ എടുക്കുമല്ലോ. ഇന്ന ഫുഡ് കഴിക്കരുതെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കത്തില്ലല്ലോ, നമുക്ക് അലർജിയുള്ള ഫുഡ് കഴിക്കത്തില്ലല്ലോ. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഇതൊക്കെ. അപ്പോൾ അവരെ വിശ്വാസത്തിലെടുത്ത് ഈ കാര്യങ്ങൾ ചെയ്യണം. അതിനൊരു മിഷൻ, കൃത്യമായൊരു മിഷൻ ഉണ്ടാവണം. അതിനൊരു നല്ല സീനിയറായിട്ടുള്ള ഒരു ഓഫീസർ ഉണ്ടാവണം, അതിനൊരു സംവിധാനം ഉണ്ടാവണം. പിന്നെ അവിടെയുള്ള നിലവിലുള്ള ഓഫീസർമാർക്ക് അതിന് പരിമിതിയോ പരിചയസമ്പത്തോ കുറവുണ്ടെങ്കിൽ സംസ്ഥാനത്ത് മറ്റ് ഓഫീസുകളിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലും വർക്ക് അറേഞ്ച്മെൻറ്റിലും ആളുകളെ അങ്ങോട്ട് പൂൾ ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ ഒരു മോഡലാണെന്ന് എടുക്കുക. എന്തിനുള്ള മോഡൽ? വയനാടിൻ്റെ പുത്തുമലയിലോ, ഈ പറയുന്ന നമ്മുടെ ഇപ്പം നടന്ന മുണ്ടക്കയിലോ പുഞ്ചിരിമട്ടത്തോ അല്ലെങ്കിൽ പിന്നെ ചൂരൽമലയിലോ ഉണ്ടായ കുറേ ആളുകളെ പുനരധിവസിപ്പിക്കുന്ന ഒരു ചെറിയ പാക്കേജായിട്ടല്ല ഗവൺമെൻറ് ഇത് കാണേണ്ടത്. എന്നെപ്പോലുള്ളവർ ഇത് വീക്ഷിക്കുന്നത്, കാണുന്നത്, ആഗ്രഹിക്കുന്നത് മലനാട് എന്ന് പറയുന്ന വെസ്റ്റേൺ ഘാട്ട് എന്ന് പറയുന്ന റീജിയനിൽ ഇനി ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പുതിയ വീട് വയ്ക്കുമ്പോൾ, പുതിയ റോഡ് കെട്ടുമ്പോൾ, പുതിയ ടൂറിസം കൊണ്ടുവരുമ്പോൾ, എന്ത് കൊണ്ടുവരുമ്പോഴും അതിനുള്ളൊരു മോഡലായി, ഒരു മാതൃകാ പ്രൊജക്റ്റായി ഇത് മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് വെല്ലുവിളി, അതാണ് ഇതിൻ്റെ ചലഞ്ച്. അപ്പോൾ അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു വിഷൻ ഡോക്യുമെൻ്റ് നമ്മൾ ഉണ്ടാക്കുമോ? അതിനൊരു മിഷൻ നമ്മൾ തയ്യാറാക്കുമോ? അങ്ങനെ വിഷൻ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു ബ്ലൂ പ്രിൻ്റ് നമുക്ക് വേണമോ? നമ്മുടെ രാജ്യത്തെ സംസ്ഥാനത്ത് ഒരുപാട് പ്രൊഫഷണൽ എക്സ്പേർട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ആളുകളുണ്ടല്ലോ, പ്രൈവറ്റിലുണ്ട്, സർക്കാരിലുണ്ട്, എല്ലാ ആളുകളുണ്ട്. അവരുടെ പ്രൊഫഷണലിസം കൂടി എടുത്തുകൊണ്ട് വളരെ പ്രൊഫഷണലായിട്ടുള്ള ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി ഈ ജിയോ ക്ലൈമാറ്റിക് സോണുകളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും പ്രദേശങ്ങളെയൊക്കെ. അങ്ങനെ തിരിച്ച് ആ ഓരോ എക്കോ സോണിലും ആളുകളെ പാർപ്പിക്കാനുള്ള സംവിധാനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മലനാട് മുഴുവൻ നമുക്ക് എക്കോ സോണാണെന്നും കർഷകരെല്ലാം തെറ്റ് ചെയ്തവരാണെന്നും അവർ കുഴപ്പക്കാരാണെന്നുള്ള ചർച്ച കൊണ്ടുപോകുന്നതൊന്നും ശരിയല്ല. അങ്ങനെയൊന്നും പറയാതെ അവരെല്ലാം കുഴപ്പക്കാരാണ്, അവരെല്ലാം മലയിടിച്ചത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ അവിടെ കയറി തെങ്ങ് വെച്ചതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഒരു കാലഘട്ടത്തിൽ സർക്കാരും ഒക്കെ ഇത് പ്രൊമോട്ട് ചെയ്ത്, എല്ലാ സർക്കാരുകളും അവർക്ക് വെത്ത് കൊടുത്തു, വളം കൊടുത്തു, കെട്ടിട നമ്പർ ഇട്ട് കൊടുത്തു, അവർക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് അവർ കൃഷിയൊക്കെ അവിടെ ചെയ്തത്. അല്ലാതെ അവർ രഹസ്യമായി രാത്രി അവിടെ ചെയ്തതല്ല. വേറെ കുറേ അനധികൃതമുണ്ട്, എന്നാലും ഞാൻ അധികൃതമായിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്കാവശ്യം, ഇനി അവർക്ക് വേണ്ടത് എന്താണ്? ആദ്യം നമ്മളിപ്പോൾ കുറച്ച് പണമൊക്കെ അവർക്ക് കൊടുക്കുക, സാമ്പത്തിക സഹായം കൊടുക്കണം, വീട് ഇതല്ല. പക്ഷേ അവർക്ക് ഇനി വേണ്ടത് വളരെ പ്രൊഫഷണലായിട്ടുള്ള, വളരെ ടെക്നിക്കലായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് അവരെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് ഒരു എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കാൻ, ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ അവിടുത്തെ ആളുകളെ നമുക്ക് പഠിപ്പിക്കണം. അവിടെ വരുന്ന ടൂറിസ്റ്റുകളും അത് പഠിക്കേണ്ടതുണ്ട്. സകല കാറും കൂടെ അവിടെ കയറി വയനാട്ടിൽ കയറി കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. അതിനൊക്കെ ആൾട്ടർനേറ്റീവ് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രൊഫഷണലായിട്ടുള്ള, വളരെ മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം കാണിക്കുന്ന ഒരു നല്ല പ്രോജക്റ്റ്, ഒരു നല്ല പേരൊക്കെ ഇട്ട് നല്ലൊരു പ്രോജക്റ്റ് അവിടെ ചെയ്താൽ, അതിനൊരു ദീർഘകാല ഒരു 5-10 വർഷം അതിനൊരു മിഷൻ ഓഫീസ് അവിടെ പ്രവർത്തിച്ചാൽ ഒരു ഗുണമുള്ളത്, ഇനി വയനാട് മാത്രമല്ല, ഇടുക്കി മാത്രമല്ല, കേരളത്തിലാകെ വരുന്ന ഹൈ റേഞ്ചുകൾക്കെല്ലാം ഇത്തരത്തിലുള്ള മോഡലുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ കോസ്റ്റൽ റീജിയനും നമ്മൾ ആലോചിച്ചാൽ, നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോളൂ. ഞാൻ പ്രളയം വന്നപ്പോൾ
കോസ്റ്റൽ റീജിയനിൻ്റെ ചർച്ചകളിൽ ഞാൻ ധാരാളം പങ്കെടുത്ത ആളാണ്. എല്ലാ ചാനലും കൈരളിയിലും പലവട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പോയിൻ്റാണ് ഈ അവിടുത്തെ ആളുകളെ കുറച്ച് മാറ്റി താമസിപ്പിക്കണം. പക്ഷേ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെയും മത്സ്യത്തൊഴിലാളി യൂണിയനുകളുടെയും എല്ലാ നേതാക്കളും ചാനലുകൾ എന്നോട് മണിക്കൂറുകളോളം തർക്കിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണ്, ഞങ്ങൾ കടലിൻ്റെ മക്കളല്ലേ, ഞങ്ങൾ കടൽ കണ്ട് വളർന്നവരാണ്, മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഘട്ടം ഘട്ടമായി ഇപ്പോൾ പുനർഗേഹം പദ്ധതിയിലേക്ക് അവർ വന്നില്ലേ, അവർ ഇങ്ങനെ മാറി താമസിക്കാൻ തയ്യാറാവുന്നില്ലേ? കാരണം ഇത് അതിജീവനത്തിൻ്റെ വിഷയമാണ്, അല്ല നമ്മുടെ ആരുടെ വികാരത്തിൻ്റെ വിഷയമല്ല. അപ്പോൾ അവർ കുറേശ്ശെ മാറി താമസിക്കാൻ തീരുമാനിച്ചു. അതുപോലെ മലനാട്ടിലെ ആളുകളെയും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുവാൻ അവരെ പ്രേരിപ്പിക്കണം. സുരക്ഷിതമായ സ്ഥലമെന്ന് പറയുമ്പോൾ മാന്യമായ ഒരു സ്ഥലമായിരിക്കണം, അന്തസ്സായി ജീവിക്കാൻ പറ്റുന്ന സ്ഥലമായിരിക്കണം. അവർക്ക് നല്ല തൊഴിലെന്ന് പറഞ്ഞാൽ സർക്കാർ ജോലി അല്ല ഉദ്ദേശിക്കുന്നത്, അവർക്ക് ചെറിയ ഇൻകം കിട്ടുന്ന തൊഴിലുണ്ടായിരിക്കണം. അതിനുള്ള അത് കൃഷിയാണെങ്കിൽ കൃഷി അധിഷ്ഠിത വ്യവസായമാണെങ്കിൽ, ഞാൻ പറയുന്നത് അഗ്രോ ബേസ്ഡ് ആയിട്ടുള്ള വ്യവസായമാണെങ്കിൽ അങ്ങനെ IT പാർക്കുകളൊക്കെ ആലോചിക്കണതേ. നമുക്ക് കോഴിക്കോട് IT പാർക്ക് ആയിരിക്കണമെങ്കിൽ എന്തുകൊണ്ട് വയനാട്ടിലൊരു യൂണിറ്റ് ആലോചിച്ചുകൂടാ? ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആലോചിക്കാം. അവിടെ പിന്നെ ഒരുപാട് കാർഷിക വിളകൾ കിട്ടുന്നതാണ്, ഇഞ്ചിയും കൊക്കോയും അതുപോലെ തന്നെ മഞ്ഞളും കുരുമുളകും ഒക്കെ കിട്ടുന്നതാണ്. അതിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ആരംഭിക്കാം, ട്രെയിനിങ് കൊടുക്കാം. അതുപോലെ ഈ ഒരുപാട് വീടുകൾ ഈ ജീവിച്ചിരിക്കുന്ന ഒരുപാട് വീടുകളിലെ കുട്ടികൾ പഠിച്ചവർ കാണും, ഡിഗ്രി SSLC ഒക്കെ പഠിച്ചവർ കാണും. അവർക്ക് ചെറിയ ട്രെയിനിങ് കൊടുത്താൽ മതി. 2 മാസത്തെ 3 മാസത്തെ ട്രെയിനിങ് കൊടുത്താൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല കുഞ്ഞു വ്യവസായം, പ്രകൃതി സൗഹൃദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ഇന്നവേറ്റീവായിട്ടുള്ള പുതിയ ചിന്തിക്കുന്ന ഒരു പുനരധിവാസമായാൽ തീർച്ചയായിട്ടും അത് കേരളത്തിന് മാതൃകയായിരിക്കും. അല്ലാതെ പരമ്പരാഗത രീതിയിൽ നമ്മൾ ചെയ്യുന്നത്, അതും ഞാൻ ഇത് പറയുമ്പോൾ ഈ സർക്കാരിനെ അല്ല പറയുന്നത്, നമ്മുടെ സിസ്റ്റമാണ് ഞാൻ പറയുന്നത്. പരമ്പരാഗത രീതിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? വില്ലേജ് ഓഫീസർ പോവുക, കുറച്ചൊരു റാപ്പിഡ് കണക്കെടുക്കുക, വാല്യൂ അസസ് ചെയ്തതിന് ശേഷം വീട് വെക്കാനാണെങ്കിൽ കുറച്ച് വീട് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മറ്റെന്തെങ്കിലും സൗകര്യം, പിന്നെ കുറച്ച് പൈസ കൊടുക്കുക. കേന്ദ്ര ഗവൺമെൻറ് 2 ലക്ഷം പ്രഖ്യാപിക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ചിലപ്പോൾ 1 ലക്ഷം പ്രഖ്യാപിക്കും, ചിലപ്പോൾ തിരിച്ചായിരിക്കും. ഇവർ 2 ലക്ഷം പ്രഖ്യാപിക്കുന്നു, അവർ 1 ലക്ഷം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ കുറേ പണം കൊടുക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട് വെച്ച് കൊടുക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തടത്തായിരിക്കും വീട് വെച്ച് കൊടുക്കുന്നത്. പിന്നെ വൈദ്യുതി ഇല്ല, വെള്ളമില്ല, റോഡില്ല, അതില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ നിരന്തരം പരാതി പറയുന്നു. പിന്നെ അങ്ങനെ പോകാതെ ഒരു പാക്കേജ് തയ്യാറാക്കി, ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി, ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി, അത് ഇപ്പോൾ ഒരുപാട് ആളുകളില്ലല്ലോ, കുറച്ച് കോടിക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് ആളുകളില്ലല്ലോ, അതൊരു വേറെ തരത്തിൽ അനുകൂലമായ ഘടകമാണല്ലോ. അപ്പോൾ കുറച്ച് ഫാമിലിയാണുള്ളൂ. ആ ഫാമിലികളെ 10-500 ഫാമിലിക്കകത്ത് വരുന്നതാണ്. ആ ഫാമിലികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് 2-3 സ്ഥലങ്ങളിൽ ചെറിയ ടൗൺഷിപ്പുകൾ വില്ലേജ് ഷിപ്പുകളാണ്. ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ നഗരമല്ല ഉദ്ദേശിക്കുന്നത്. ആലോചിക്കുകയും അതിന് പറ്റുന്ന കെട്ടിട നിർമ്മാണ രീതികളും എല്ലാം കൊണ്ടുപോകുകയും. ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികളും ചാമ്പ്യൻസ് ബോട്ട് ലീഗും ഒഴിവാക്കി എന്ന സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ഇതിന്റെ വിശദാംശങ്ങൾ നൽകാൻ നമ്മോടൊപ്പം ചേരുകയാണ്. മാനസ, മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ മുഖ്യമന്ത്രി നൽകിയിരുന്നു. ഏതായാലും ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം സ്വാഗതാർഹമായ തീരുമാനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഇതിന്റെ ഒരു ക്രമീകരണം, തീരുമാനം, വിവരങ്ങൾ പങ്കുവയ്ക്കും മാനസ? തീർച്ചയായും അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് ദുരന്തത്തിന്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ സംസ്ഥാനം ഒന്നാകെ തന്നെ വയനാടിനൊപ്പം ചേരുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ വരെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ദുരന്ത മുഖത്തെ അഭിമുഖീകരിക്കുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ വേണ്ട എന്ന തീരുമാനത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ എത്തുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം വരെ നടപ്പാക്കിക്കൊണ്ടിരുന്ന ഓണാഘോഷ പരിപാടികളൊക്കെയും ഒഴിവാക്കി എന്ന അറിയിപ്പാണ് ഇപ്പോൾ വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗും ഒഴിവാക്കിയതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചിരിക്കുകയാണ്. വയനാട്ടിൽ ഇത്രയും ഈ 2 ഗ്രാമങ്ങളെ തന്നെ തുടച്ച് നീക്കിക്കളഞ്ഞ ഈ ഒരു ദുരന്ത സാഹചര്യത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഈ 2 നാടും നഷ്ടപ്പെട്ട ഈ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം ഒട്ടാകെ തന്നെ വയനാടിനൊപ്പം ചേരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. വളരെ വലിയ സ്വാഗതാർഹമായ ഒരു തീരുമാനം തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ഓണാഘോഷ പരിപാടികളൊക്കെയും മാറ്റിവെക്കുന്ന ഈ സാഹചര്യത്തിൽ, ഈ ദുരന്ത പശ്ചാത്തലത്തിൽ ഇത്രയും നല്ലൊരു സ്വാഗതാർഹമായ തീരുമാനത്തിൽ തന്നെയാണ് സർക്കാർ എത്തി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ദിനംപ്രതി തിരച്ചിൽ നടത്തുകയാണ്. ഇനിയും കണ്ടെത്തേണ്ടതായ ആളുകൾ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനം ഒരു ഓണാഘോഷ പരിപാടികളിലേക്ക് നീങ്ങേണ്ട എന്ന് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിൽ കൂടെ വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ വയനാട് ജനതയ്ക്കായി ഒരു പുതിയ മുണ്ടക്കൈ, അതോടൊപ്പം തന്നെ ചൂരൽമല ദേശങ്ങൾ ഉണ്ടാക്കുന്ന റീബിൽഡ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം തുടരും എന്ന് തന്നെയാണ്
ഈ ഒരു തീരുമാനത്തിൽ കൂടെ വ്യക്തമാകുന്നത്. ശരി, ഡോക്ടർ പ്രേംകുമാർ, ഈ ഘട്ടത്തിൽ സ്വാഗതാർഹമായ തീരുമാനം തന്നെയാണ് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ അത്തരം സൂചനകൾ മുഖ്യമന്ത്രി നൽകിയിരുന്നു. പക്ഷെ നോക്കൂ, ഇനിയിപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് സാധാരണ നിലയിൽ ഈ ഓണാഘോഷം സർക്കാർ സംഘടിപ്പിക്കുമ്പോൾ പല സ്പോൺസർഷിപ്പുകളൊക്കെ അതിലേക്ക് വരും. ആ തുക കൂടി CMDRFിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഈ നാടിന് ചെയ്യാൻ കഴിയുന്ന നന്മ, അല്ലേ? തീർച്ചയായിട്ടും ഓണാഘോഷം വേണ്ട എന്ന് വെക്കുകയല്ല, അതിന് പകരം അതായത് 3.5 കോടി മലയാളികളും പല ദിവസങ്ങളിലായിട്ട് അവരുടെ അധ്വാനവും ധനവും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഓണാഘോഷം എന്നുള്ളത്. ചെറിയ സ്കൂളുകൾ മുതൽ സർക്കാർ ഓഫീസുകൾ വരെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രോസസ്സാണ് മലയാളികളുടെ ഓണാഘോഷം. അതിനുവേണ്ടി ചെലവഴിക്കുന്ന കാശായിരുന്നാലും സമയമായിരുന്നാലും പൂക്കളായിരുന്നാലും സമ്മാനങ്ങളായിരുന്നാലും അതെല്ലാം 400-ലധികം നമ്മുടെ സഹോദരങ്ങൾ മരിച്ചുപോയി കഴിഞ്ഞിരിക്കുന്ന അവരൊരു ആയുസ് കൊണ്ട് ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു സമയത്ത് അതിലേക്ക് ഇതിനെ എല്ലാത്തിനെയും എങ്ങനെ ചാനലൈസ് ചെയ്യാം എന്ന് മഹാഭൂരിപക്ഷം മലയാളികളും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള വളരെ കുറച്ച് വികൃത ജന്മങ്ങൾ ഒഴികെ വിരലിലെണ്ണാവുന്ന കുറച്ച് വികൃത ജന്മങ്ങൾ, ശരിക്കും വികൃത ജന്മങ്ങൾ, കാരണം മൃഗങ്ങളെ കൂട്ടിയിട്ട് അവരെ പറയാൻ പറ്റില്ല. കാരണം ആ മുണ്ടക്കൈയിൽ പല എന്താ പറയാ കുരങ്ങന്മാരായിരുന്നാലും നായ്ക്കുട്ടികളായിരുന്നാലും പൂച്ചകളായിരുന്നാലും ഒക്കെ എങ്ങനെയാണ് ആ ദുരന്തത്തിനോട് അവർ പ്രതികരിക്കുന്നത് നമുക്കറിയാം. അതുപോലും അല്ലാത്ത സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരുടെ ഇടയിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. അതൊഴികെയുള്ള മഹാഭൂരിപക്ഷം മലയാളികളും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പൊ സർക്കാർ എടുത്തിട്ടുള്ളത്. അത് സർക്കാർ ഓണാഘോഷം നിർത്തുക എന്നുള്ളത് മാത്രം ഒഴിവാകുക അല്ലാതെ അതിനെ ട്രൂ സ്പിരിറ്റിൽ എടുത്തുകൊണ്ട് ഈ ഒരു പുനരധിവാസം എന്നുള്ള വയനാടിനെ ചേർത്ത് പിടിക്കൽ എന്നുള്ള നമ്മളെ തന്നെ ചേർത്ത് പിടിക്കൽ എന്നുള്ള പ്രോസസ്സ് ഗംഭീരമാവട്ടെ എന്ന് വളരെ സന്തോഷം നൽകുന്നുണ്ട് ഇതിനിടയിൽ അങ്ങനെ ഒരു വാർത്ത വന്നു എന്നുള്ളത്. അതിനേക്കാൾ കൂടുതൽ ഞാൻ സുഭാഷ് ചന്ദ്രബോസിന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ മലയാളത്തിൽ കാണുന്ന കേരളത്തിൽ കാണുന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ ഇതിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമായിക്കൊണ്ട് മനുഷ്യപ്പറ്റുള്ള വർത്തമാനമാണ്, മനുഷ്യപ്പറ്റുള്ള വാക്കുകളാണ്, കോൺസെപ്റ്റുകളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതെന്നും ഇത്തരത്തിലുള്ള ആളുകൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നാൽ അവരുടെ മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരും ആ സർക്കാർ പറയുന്നത് അനുസരിച്ച് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ടായിരുന്നാൽ ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങളെല്ലാം മുഴുവൻ ദുരന്തങ്ങളെയും നമുക്ക് തടയാനൊന്നും പറ്റില്ല. അത് വികസിത രാജ്യങ്ങളായിരുന്നാലും അവികസിത രാജ്യങ്ങളായിരുന്നാലും ശരി, സമ്പത്ത് കൊണ്ടോ ശാസ്ത്രത്തിന്റെ ടെക്നോളജി കൊണ്ടോ തടയാൻ പറ്റുന്നതല്ല സകല ദുരന്തങ്ങളും. അതിനെ എങ്ങനെ നേരിടാം, അതിനെ എങ്ങനെ പുനരധിവസിപ്പിക്കാം എന്നുള്ളതാണ്. സുഭാഷ് ചന്ദ്രബോസ് സാർ പറഞ്ഞതിൽ വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നിയത്, പുനരധിവാസം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ജീവിക്കാനുള്ള വീട് ഉണ്ടാക്കി കൊടുക്കുക എന്ന് മാത്രമല്ല, നോട്ട് ടു ബിൽഡ് എ പ്ലേസ് ടു ലിവ്, അവരുടെ ലൈവ്ലിഹുഡ് കൂടെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഒരു കോൺക്രീറ്റിന്റെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ഒരു വീട് ഉണ്ടാക്കിയിട്ട് താക്കോൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. അവർക്ക് ഇടപെട്ട് വളരെ ജൈവികമായി ഇടപെട്ട് അവിടുന്ന് അങ്ങോട്ട് ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഇടങ്ങളിൽ അവരെ പുനരധിവസിപ്പിക്കണം. അല്ലെങ്കിൽ പുനരധിവസിപ്പിക്കുന്ന ഇടങ്ങൾ അവരുടെ ഫ്രണ്ട്ലി ആക്കി അവർക്ക് മാറ്റുന്നുണ്ടാവണം. അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഗ്ലോബൽ ലെവലിൽ തന്നെ സസ്റ്റൈനബിലിറ്റിയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോ ഈ രംഗത്തെ ഒരു വിദഗ്ധൻ അദ്ദേഹം എഴുതിയൊരു പോസ്റ്റാണ്. അതിൽ ഞാൻ വായിച്ചൊരു വരി ഓർക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വയനാട്ടിന്റെ റീബിൽഡ് വയനാട് എന്നുള്ള രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ചേർന്നുകൊണ്ടാണല്ലോ ഒരുപാട് സാധനങ്ങൾ അവിടേക്ക് അയക്കുന്നത്. പക്ഷേ അതിനപ്പുറം അവരുടെ തദ്ദേശീയ മാർക്കറ്റിലേക്ക് ഇനി പണം എത്തുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ എന്ന് എഴുതി കണ്ടു. ഞാൻ വായിച്ചപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നി. കാരണം എത്ര കാലം നമുക്ക് ഈ സാധനങ്ങൾ അവിടേക്ക് എത്തിക്കാൻ കഴിയും? അതിനപ്പുറം അവരുടെ ഡേ ടു ഡേ ലൈഫിലേക്ക് മടങ്ങണമെങ്കിൽ അവിടെ പണം ചെലവഴിക്കപ്പെടുകയും അതിലൂടെ ഉണ്ടാകുന്ന ഒരു ക്രയവിക്രയം ഉണ്ടാകുകയും ചെയ്യണമല്ലോ, അല്ലേ? അത് വളരെ കാര്യമായ ഒരു പോയിന്റ് ആണെന്ന് തോന്നി ശ്രീ പ്രേംകുമാർ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ ചാരിറ്റി എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു പരിധി വരെയുള്ള ന്യൂനത അത് തന്നെയാണ്. അതായത് മീനില്ലാത്ത വീട്ടിലേക്ക് നിങ്ങൾ എല്ലാ ദിവസവും മീൻ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതല്ലല്ലോ, എല്ലാ ദിവസവും മീൻ വാങ്ങാനുള്ള പൈസ കൊടുക്കുക എന്നുള്ളതല്ല, മീൻ പിടിച്ച് അത് കഴിക്കാനുള്ള രീതിയിൽ അവരെ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അവർ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ വയനാടിന്റെ ഹാബിറ്റാറ്റിൽ നിന്നുകൊണ്ട് അവർക്ക് എങ്ങനെ അഭിമാനത്തോടെ ആരുടെയും സഹായത്തിന് കാത്തു നിൽക്കാതെ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം എങ്ങനെയാണ് ഒരു സർക്കാർ സംവിധാനത്തിനും മൊത്തം സൊസൈറ്റിക്കും ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതൊരു ടൗൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബിൽഡിങ്ങുകളും കുറച്ച് കളിസ്ഥലങ്ങളും മാത്രമല്ല. അപ്പം ഞാൻ എന്താ പറയുക, ദൈവത്തിനെതിരെ പറയുകയാണെന്ന് വിചാരിക്കരുത്. മുണ്ടക്കൈയിൽ ആളുകൾ താമസിച്ചിരുന്ന സമയത്ത് ദൈവങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ക്യാമ്പിൽ ദൈവങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പം പുതിയ ടൗൺഷിപ്പ് വരുമ്പോൾ അവിടെ പിന്നെയും ദൈവങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. മനുഷ്യന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ. അവർക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന, അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതേപോലെ ഇക്കണോമിക് ആയിട്ടുള്ള അവരുടെ ജീവിതം അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് അവരുടെ ലൈവ്ലിഹുഡ് മീറ്റ് ചെയ്യപ്പെടണം.
എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിരിക്കുന്ന, ഇക്കോണമിക് ആയിട്ടുള്ള, അതേപോലെ ഇക്വിറ്റിയും ഉറപ്പ് നൽകുന്ന, അതിന് അർഹരായ മുഴുവൻ ആളുകൾക്കും അതിൽ റോൾ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. ഞാൻ വിചാരിക്കുന്നത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് അതാണ്. വയനാട്ടിലുള്ള ആളുകൾക്ക് എന്നല്ല, ഇന്ത്യക്കും ലോകത്തിനും മാതൃകയായിട്ടുള്ള, അതിലൊക്കെ ഏറ്റവും പുതിയ കാലത്ത് വരുന്ന വളരെ വളരെ ഇന്നോവേറ്റീവായ കോൺസെപ്റ്റ്സ് ഉണ്ട്. എങ്ങനെയാണ് ഇത്തരം സൊസൈറ്റികളെ എനേബിൾ ചെയ്യേണ്ടത് എന്നുള്ള ഗ്ലോബൽ ലെവലിലുള്ള ചിന്തകളും സംഗതികളൊക്കെ ഉണ്ട്. അത് നമുക്ക് മലയാളികൾ ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരം കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നതാണ്. ഒരു പ്രശ്നം സുഭാഷ് ചന്ദ്രബോസ് സാർ ഇവിടെ പറഞ്ഞതുപോലെ ഇതെല്ലാം സർക്കാരിന്റെ ടിപ്പിക്കൽ മെഷീനറിയിലൂടെ, മെക്കോളെ പ്രഭുവിന്റെ കാലത്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന, കൊളോണിയൽ കാലത്തിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള സർക്കാർ മെഷീനറിയിലൂടെ ഇത് മുഴുവൻ നടത്തുക എന്നുള്ളത് പോസിബിൾ അല്ല. ഇപ്പൊ മന്ത്രിമാരുടെയൊക്കെ നേരിട്ടുള്ള ഇടപെടലുകളിലൂടെ അത് ഒരുപക്ഷെ നടന്നു എന്ന് വരാം. ഒരു കൊല്ലം എടുക്കും സാധാരണ ഒരു ഡ്യൂപ്ലിക്കേറ്റ് SLC ബുക്ക് കിട്ടാൻ. ഇന്നലെ അത് 2 മണിക്കൂർ കൊണ്ട് ഒരു കുട്ടിക്ക്, നബീൽ എന്ന് പറഞ്ഞ കുട്ടിക്ക് സാധ്യമാക്കി. പക്ഷെ അത് ഒരാളുടെ കേസിൽ ഒരു മിനിസ്റ്റർ ഇടപെടുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പം സർക്കാർ മെഷീനറി എന്നുള്ളത് ബൈ ഡിഫോൾട്ട് അത് ഇൻസെൻസിറ്റീവ് ആണ്, അത് ആളുകളെ അവിശ്വസിക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിന് പകരമായിക്കൊണ്ട് മിഷൻ രീതിയിൽ അവിടുത്തെ കാര്യങ്ങൾ എന്താ പറയാ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്ന രീതിയിലുള്ള പുതിയ ഇന്നോവേറ്റീവായ തിങ്കിങ് പ്രോസസ്സും ഇംപ്ലിമെന്റേഷൻ പ്രോസസ്സും, ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ മലയാളികളായിട്ടുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളെ കേട്ടുകൊണ്ട് ഈ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയത് അവിടെ മരം മുറിച്ചതുകൊണ്ടാണ്, അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കൂ എന്നുള്ള വളരെ മനുഷ്യവിരുദ്ധമായിട്ടുള്ള കോൺസെപ്റ്റ്സ് പറയുന്ന ആളുകളെ ആ വഴിക്ക് അടുപ്പിക്കാതെ മനുഷ്യനോടൊപ്പം നിൽക്കുന്ന, മനുഷ്യന്റെ വേദനകൾക്കൊപ്പം നിൽക്കുന്ന, മനുഷ്യന്റെ അതിജീവന ശ്രമങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകളെയും ചിന്തകളെയും ചേർത്തുകൊണ്ട് മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. അതിലേക്കുള്ള കാര്യങ്ങളാണ് സർക്കാർ 1 by 1 ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതിൽ എത്രയും വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് പോകാവുന്ന, അപകടകരമായേക്കാവുന്ന കാര്യങ്ങളുണ്ട്. അത്തരം സംഗതികളെ വളരെ കർശനമായി, വളരെ സൂക്ഷ്മമായ കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ കർശനമായി തടഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായ സമയത്ത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബോൾ പാർട്ടി മീറ്റിംഗിന് ശേഷം മുഖ്യമന്ത്രിയാണ് വയനാട്ടെന്ന് പറഞ്ഞത് ക്യാമ്പിനകത്ത് ക്യാമറ വേണ്ട എന്ന്. ക്യാമ്പിനകത്ത് ഒരാൾക്കും പ്രവേശനമില്ല എന്നുള്ളത്. കാരണം നിങ്ങളുടെ ഒരു ബന്ധുവിനെയോ സുഹൃത്തിനെയോ കാണാൻ പോകുമ്പം അവിടെ മറ്റ് ആളുകളുമുണ്ട്. ആളുകൾക്ക് ജീവൻ എന്നുള്ളത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത്രയോ അതിനേക്കാൾ പ്രധാനമായ സംഗതിയാണ് അഭിമാനം എന്നുള്ളത്. അതിനെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു നാടിന്റെ ഒരു ജനവിഭാഗത്തിന്റെ, ഒരു പ്രദേശത്തിന്റെ അഭിമാനത്തെ കൂടെ കണ്ടുകൊണ്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സാണ് വയനാട്ടിൽ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലേക്ക് തുറന്ന സംവാദങ്ങൾ, തുറന്ന അഭിപ്രായങ്ങൾ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ പറയുകയും അതിനെ കേൾക്കാൻ, ഏറ്റവും തുറന്ന മനസ്സോടെ അതിനെ കേൾക്കാൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ബ്യൂറോക്രസിയും എല്ലാം തയ്യാറാവുകയാണ് വേണ്ടത്. അത്തരത്തിലാണ് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പിടിവാശി പിടിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ റൂൾ ഇതാണ്, ഇങ്ങനെയേ ചെയ്യുള്ളൂ എന്ന് ഒരു കൂട്ടരും, അവിടെ മരം മുറിച്ചതുകൊണ്ടാണ്, ഗാഡ്ഗിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി എല്ലാം നിങ്ങൾ അനുഭവിച്ചോളൂ എന്നുള്ള രീതിയിൽ വർത്തമാനം പറയുന്ന ആളുകളെയോ അത്തരം എക്സ്ട്രീം സാധനങ്ങളെ, മനുഷ്യവിരുദ്ധമായ എക്സ്ട്രീം സാധനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു മാറ്റത്തിലേക്ക്, ഒരു മാസ് മൂവ്മെന്റിലേക്ക് പോവേണ്ടതുണ്ട്. നമുക്കതിന് പറ്റും, മലയാളികൾക്ക് അതിന് പറ്റും. ദുരന്തമുഖത്ത് മലയാളികൾ എങ്ങനെയാണ്, ദുരന്തത്തിലകപ്പെട്ട സഹജീവികളോട് മലയാളികൾ എങ്ങനെയാണ് ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഗ്ലോബൽ എക്സാമ്പിൾ ആവുന്ന രീതിയിൽ ആവണം വയനാട്ടിലെ. ടൗൺഷിപ്പ് എന്നുള്ള വാക്ക് പോലും തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മോഡൽ വില്ലേജ് എന്നോ അല്ലെങ്കിൽ ഗ്രീൻ വില്ലേജ് എന്നൊക്കെ പറയാവുന്ന ഒരു സാധനം, ടൗൺഷിപ്പ് എന്നുള്ള ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ അവിടെ താമസിച്ച ആളുകൾക്ക് അതിനോട് ഒരു അലിയനേഷൻ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അവരാരും ടൗണിൽ ജീവിക്കുന്നവരല്ല. നമുക്ക് പെട്ടെന്ന് കിട്ടിയൊരു വാക്ക് ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ചതാണത്. അല്ലാത്ത ഒരു പദം ഉപയോഗിച്ചതുകൊണ്ട് തന്നെ സുഭാഷ് ചന്ദ്രബോസ് സാർ പറഞ്ഞ പോലെ ആ മിഷന് തന്നെ മനോഹരമായ ഒരു പേരും ഒക്കെ കൊടുത്തിട്ട് എല്ലാ അർത്ഥത്തിലും അതിനെ അത്രയും മനുഷ്യ സ്നേഹത്തിൽ ഊന്നിയിട്ട് ഒരു സാധനമാക്കിയിട്ട് നടപ്പിലാക്കുകയാണ് വേണ്ടത്. അതിനുള്ള സകല സംവിധാനങ്ങളും കേരളത്തിനുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിംഗ് CM പറഞ്ഞതുപോലെ സമ്പത്ത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ ഒരു തടസ്സമാവില്ല. കാരണം അത് ട്രഷറിയിൽ പൈസ ഉണ്ടെന്നുള്ളത് മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മലയാളികളും മലയാളികളല്ലാത്ത ആളുകൾ, നിങ്ങൾ നോക്കൂ, തെന്നിന്ത്യൻ എന്താ പറയാ സിനിമയിലുള്ള, തമിഴ്നാട്ടിലും കർണാടകയിലും പിന്നെ തെലുങ്കിലും ഒക്കെയുള്ള എത്രത്തോളം ആളുകളാണ്, എത്രത്തോളം കൈ അയച്ചുകൊണ്ടാണ് മലയാളികളെ ഈ കാര്യത്തിൽ സഹായിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വരുന്നു. സ്വാഭാവികമായിട്ടും
ഇപ്പൊ തന്നെ അത് L3 ലെവൽ എന്താ പറയുക ഡിസാസ്റ്റർ ആണ്. കാരണം ആർമി ഒക്കെ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സാധനമാണ്. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ അണ്ടറിൽ നിൽക്കുന്ന L1 സ്റ്റേറ്റിന്റെ അണ്ടറിൽ നിൽക്കുന്ന L2 അല്ല, L3 തന്നെയാണ്. ഇനി അതിന് എന്തൊക്കെ തരത്തിലുള്ള എയ്ഡ് പാക്കേജുകൾ വേണമെന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ തീർച്ചയായും ഡോക്ടർ പ്രേംകുമാർ, ഞാൻ അവിടെ ഒന്ന് ഇടപെടുന്നു. കാരണം അത് നമുക്ക് ഒരു പ്രത്യേക വിഷയമായി ഒന്ന് പരിഗണിക്കാം. അവിടെ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്, എന്താണ് കേരളത്തിന് ലഭിക്കേണ്ടത്? ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, അശാസ്ത്രീയമായ പല ധാരണകളുണ്ടല്ലോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഈ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനത്തിലെ ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞതുപോലെ, നോക്കൂ, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഇവിടെ ഇപ്പോൾ ശ്രീ പ്രേംകുമാർ പറഞ്ഞതുപോലെ ഇങ്ങനെ പലതരത്തിൽ പല ആളുകൾ ഉപദേശിക്കാൻ വരാറുണ്ട്. അതുകൊണ്ട് മാത്രം കാര്യമാകുന്നുണ്ടോ? അത് ആ ഘട്ടം കഴിയുമ്പോൾ നമ്മൾ അവിടെ കടന്ന് വീണ്ടും നടക്കുകയാണ്. പിന്നീട് വീണ്ടും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിന്റെ എല്ലാ സുഖലോലുപതയും അനുഭവിച്ച് ഇത്തരം ചില ഉപദേശങ്ങൾ വീണ്ടും വരികയായി. അതുകൊണ്ട് കാര്യമുണ്ടോ? അല്ല, ഇതിനകത്തൊരു ചെറിയ പ്രശ്നമുള്ളത്, നമ്മളിപ്പോൾ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിലായാലും കസ്തൂരിരംഗ റിപ്പോർട്ടിലായാലും ഈ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന ESI എൻവയോൺമെൻറ്റൽ സെൻസിറ്റീവ് ഏരിയ പ്രഖ്യാപിക്കുന്ന മെത്തഡോളജിയിൽ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ് ഞാൻ. കാരണം ഒരു പർട്ടിക്കുലർ കോണ്ടൂർ വരിക, അല്ലെങ്കിൽ കോണ്ടൂർ ഞാൻ പറഞ്ഞത് ഹൈറ്റ് വരിക, വില്ലേജ് വരിക, ചില പഞ്ചായത്തുകൾ സമ്പൂർണ്ണമായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സമ്പൂർണ്ണമായിട്ട് അങ്ങനെ വരില്ല, ചില ഹൈറ്റുള്ള പ്രദേശമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അടിയന്തരമായിട്ട് അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിനകത്ത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും സ്റ്റേറ്റും ഒക്കെ. അതായത് വില്ലേജ് തലത്തിലിരിക്കുന്ന കിഡസ്ട്രൽ ഭൂപടങ്ങൾ 1990കളിൽ എല്ലാ പഞ്ചായത്തുകളിലും 2 ഐറ്റം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ലാൻഡ് യൂസും അവിടുത്തെ വാട്ടർ ബോഡീസും അടക്കുന്ന 2 ഭൂപടം ചെയ്തു കൊടുത്തു. എല്ലാ പഞ്ചായത്തിലും ചെയ്തു കൊടുത്തിട്ടുണ്ട്, 1000 പഞ്ചായത്തിലുണ്ട്. അതുപോലെ വാട്ടർ ഷെഡ് മാപ്പുകൾ എല്ലാ പഞ്ചായത്തിലുമുണ്ട്, എല്ലാ ബ്ലോക്കുകളിലുമുണ്ട്. ഇതെടുക്കണം, പഞ്ചായത്തുകളും ബ്ലോക്കും ഗവൺമെൻറ്റും ഇതെടുക്കണം. എടുത്തിട്ട് വില്ലേജ് അടിസ്ഥാനത്തിലുള്ള 1:4000 അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ = 40 മീറ്റർ എന്നുള്ള കൺസെപ്റ്റുള്ള ഭൂപടത്തിലേക്ക് ഈ കാര്യങ്ങളെ മാറ്റി വരപ്പിക്കണം. അപ്പോൾ കുറച്ചുകൂടെ മൈക്രോ ലെവലിൽ നമുക്ക് എക്കോ സെൻസിറ്റീവുള്ള സോണുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ആളുകളുടെ എതിർപ്പെല്ലാം കുറയ്ക്കാൻ പറ്റും. അത്തരത്തിലുള്ളൊരു സ്പേഷ്യൽ പ്ലാനിങ്ങിലേക്ക് കൂടി ഞാൻ പോകണം. അതാണ് ഞാൻ പ്രൊഫഷണൽ ടീമിനെ ഉൾക്കൊള്ളിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്പേഷ്യൽ പ്ലാനിങ്ങിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 25 ഇപ്പോൾ വയനാട്ടിൽ 25 പഞ്ചായത്തല്ലേ ഉള്ളൂ. 25 പഞ്ചായത്തിലും അത് ചെയ്യണമെന്നില്ല. ഈ പറയുന്ന പർട്ടിക്കുലർ 4, 5, 10 പഞ്ചായത്തുകളിൽ, ഈ പ്രശ്നമുള്ള പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ഏറ്റവും സെൻസിറ്റീവായി നിൽക്കുന്ന പഞ്ചായത്തുകളിൽ വില്ലേജ് തലത്തിലുള്ള ഭൂപടങ്ങൾ എടുത്ത് ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കണം. അത് വളരെ അത്യാവശ്യമായി നടക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഡേറ്റാബേസ് ഉണ്ടാക്കി അതിൻ്റെ പുറത്ത് ഉള്ള ഒരു പ്ലാനിൻ്റെ പുറത്തുള്ള ഒരു സ്പെഷ്യൽ പ്ലാനിങ്ങിൻ്റെ കൺസെപ്റ്റോട് കൂടിയിട്ടുള്ള ഒരു പ്ലാനായിരിക്കണം അവിടെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പരമ്പരാഗതമായി ചെയ്യുന്ന ശ്രീ പ്രേംകുമാർ പറഞ്ഞതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിക്കും, ചിലപ്പോൾ ചില NGOസിനെ കൂടെയൊക്കെ വിളിച്ചെന്നിരിക്കും. അവരോട് പ്രോജക്റ്റുകളൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറയും, കുറേ ഐഡിയ ഒക്കെ ഷെയർ ചെയ്യും. അതെല്ലാം കൂടെ കുത്തിക്കെട്ടി ഒരു പ്രോജക്റ്റുകളാകും. പ്രോജക്റ്റുകളാക്കി ഒറ്റ ഫയലാക്കി ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് പോരാ, ഈ പറയുന്ന ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കി, ചെറിയ സമയം എടുത്താലും കുഴപ്പമില്ല, ചെറിയ ഡേറ്റാബേസ് ഉണ്ടാക്കി ഒരു സ്പെഷ്യൽ പ്ലാനിങ്ങിൻ്റെ കൺസെപ്റ്റ് ഉണ്ടാക്കി വാട്ടർഷെഡ് മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ വില്ലേജ് ലെവലിലുള്ള ഡീറ്റെയിൽസും കൂടി ഒന്ന് കളക്ട് ചെയ്ത് അതിൻ്റെ ബേസിലുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കണം ഉണ്ടാകേണ്ടത്. ശരിക്കും വെസ്റ്റേൺ ഘാട്ട് ഡെവലപ്മെൻറ്റ് സ്കീമിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന ആളാണ്, എക്സ്പെർട്ടായിട്ട്. അവിടെ ഞങ്ങളിങ്ങനെ ചെയ്യിക്കും, ഒരു പ്രോജക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ പ്രോജക്റ്റിന് ഒരു ബേസ് ലൈൻ ഡേറ്റ ഉണ്ടാക്കണം. ബേസ് ലൈൻ ഡേറ്റ ഉണ്ടാക്കിയിട്ടേ പ്രോജക്റ്റ് ഉണ്ടാക്കാവൂ. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ അങ്ങനെ ഒരു ബേസ് ലൈൻ ഡേറ്റ ഉണ്ടാക്കിയിട്ടല്ല പലപ്പോഴും പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഉദ്യോഗസ്ഥരിരുന്ന് അവരുടെ മനസ്സിൽ തോന്നുന്ന ഭാവനയിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതി കൂട്ടിയാണ് ഈ പ്രോജക്റ്റുകൾ വരുന്നത്. അതുപോരാ, ഒരു ബേസ് ലൈൻ ഡേറ്റ അവിടെ ഉണ്ടാക്കണം. ആ ബേസ് ലൈൻ ഡേറ്റ വിത്ത് മാപ്പും കൂടെ ഉണ്ടാവണം. മൈക്രോ ലെവൽ മാപ്പുണ്ട്, അവൈലബിൾ ആണ്, അതൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. അത് അപ്ഡേറ്റ് ചെയ്ത് അതിനകത്ത് മൈക്രോ ലെവൽ മാപ്പ് ഉണ്ടാക്കി അതിൻ്റെ കൂടെയാണ് ഞാൻ PRAയുടെ കാര്യം പറഞ്ഞത്, പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ എന്ന് പറഞ്ഞ് ജനങ്ങളെയും കൂടി പങ്കെടുപ്പിക്കും. വളരെ മനോഹരമാണ്, അവർക്ക് രസകരമായി അതിനകത്ത് പങ്കെടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള ചില PRA ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും. പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള ഒരു മിഷനും അതിന് പണം കണ്ടെത്തലും. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, അത് പ്രതിപക്ഷത്തോടും രാഷ്ട്രീയ പാർട്ടികളോടും സന്നദ്ധ സംഘടനകളോടും സിനിമാ നടന്മാരോടും ഇവിടുത്തെ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഒരു പ്ലാനിലേക്ക് വരണം. നിങ്ങളെല്ലാവരും കൂടി പൈസ എവിടെ കൊണ്ട് കൊടുക്കണമെന്നുള്ളത് നമുക്ക് പിന്നെ തീരുമാനിക്കാം, അത് വേറെ നയപരമായ കാര്യമാണ്. പക്ഷേ ഒരു പ്ലാനിൽ വരണം, ഒരു ബ്ലൂ പ്രിൻറ്റിനകത്ത് നിന്നുകൊണ്ടേ ഇത് ചെയ്യാവൂ. നിങ്ങളുടെ പേര് വെച്ചോളൂ. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കൈരളി TV 50 ലക്ഷം രൂപ കൊടുത്തു, നിങ്ങൾ 5 വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. ശരി, ഓക്കെ, ആ വീടിന് കൈരളി TV സ്പോൺസർ ചെയ്യുന്ന എഴുതിക്കോളൂ. പക്ഷേ കൈരളി TVക്ക് ഇഷ്ടമുള്ള സ്ഥലത്തുകൊണ്ട് വീട് വെക്കാൻ പറ്റത്തില്ല. അത് ഈ പ്ലാനിനകത്ത് നിന്ന് വേണം ചെയ്യാൻ. അങ്ങനെ ഓരോരുത്തരും, ഇപ്പോൾ മോഹൻലാൽ 3 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. മോഹൻലാൽ 3 കോടി രൂപ കൊടുക്കാമെന്ന് പറയുമ്പോൾ എന്തിനു കൊടുത്താലും മോഹൻലാലിന് ഫോട്ടോ കിട്ടട്ടെ, എല്ലാ സംവിധാനം കിട്ടിക്കോട്ടെ,
അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം അവർക്ക് കിട്ടിക്കോട്ടെ. പക്ഷേ ഒരു പ്ലാനിനകത്തുള്ളതിനായിരിക്കണം അവരുടെ അടുത്ത് ചെയ്യേണ്ടത്. അല്ലാതെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് അദ്ദേഹം ചെയ്യുന്നു, വേറെ ഏജൻസികൾ ഇഷ്ടമുള്ളത് ചെയ്യുന്നു. ഓരോ ഏജൻസികളും അവിടെ ചെന്ന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച് അതിൻ്റെ ഒരു ക്രെഡിറ്റ് അടിക്കാൻ തീരുമാനിക്കുന്നത്, അതിന് ഞങ്ങൾ ഡിസാസ്റ്റർ പഠിച്ചിട്ടുള്ള ഞങ്ങൾ വേറൊരു പേര് പറയും. ഡിസാസ്റ്റർ ഓപ്പർച്യൂണിറ്റീസോ എന്ന് പറയും, ഡിസാസ്റ്റർ ക്യാപിറ്റലിസോ എന്ന് പറയും. ഇത് ഞങ്ങൾ പറയുന്നതാണ്, ഞങ്ങൾ പഠിക്കുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമുക്ക് ഒരു കൈ ചെയ്യുന്നത് മറ്റൊരു കൈ അറിയണ്ട. ഒരു കൈ കൊടുക്കുന്ന ഇതൊരു ദാനമല്ല. 15 ഏക്കർ സ്ഥലത്തിൽ, 5 ഏക്കർ സ്ഥലത്തിൽ, 10 ഏക്കർ സ്ഥലത്തിൽ രാജാവിനെ പോലെ കഴിഞ്ഞിരുന്ന കർഷകരുണ്ട്. നമ്മൾ ഈ കർഷകർ എന്ന് പറയുമ്പോൾ വയനാട്ടിലെ ഇടുക്കിയിലെ കർഷകർ നമ്മളെപ്പോലെ 5 സെൻറ്റ് 10 സെൻറ്റ് ഒരു പശുവുള്ള കർഷകരല്ല. അതാദ്യം മനസ്സിലാക്കുക. അതെ ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, അത് നേരത്തെ പോയിന്റ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. സമയപരിമിതിയുമുണ്ട്. ശ്രീ പ്രേംകുമാർ, എനിക്ക് തോന്നുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓഡിറ്റിംഗ് നടത്തണം, ഈ പറഞ്ഞ ആളുകൾ എത്രമാത്രം അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അല്ലേ. അതിനപ്പുറം ആ സമയത്തുണ്ടാകുന്ന ഒരു സോഷ്യൽ മീഡിയ ഹൈപ്പിന് വേണ്ടിയാണോ ഇതുള്ളത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഒപ്പം തന്നെ നമ്മൾ മുൻപ് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഈ ചർച്ചയുടെ 2ാം ഘട്ടത്തിൽ വരാത്തൊരു കാര്യമാണ്. ചുരുങ്ങിയ സമയമേ ഉള്ളൂ. പക്ഷേ രണ്ടും കൂടി ഉൾപ്പെടുത്തി കേരളത്തിന്റെ തലയിൽ പലതും കൊണ്ടുവെക്കാനുള്ള ശ്രമം ഇതിനോടകം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതും നമ്മൾ കണ്ടു. അതുകൂടി മുൻനിർത്തിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ നമ്മൾ കാണുന്നത്. ഓക്കെ, അതിലെന്താ വെച്ചാൽ ഡിസാസ്റ്റർ ഓപ്പർച്യൂണിസം എന്നുള്ള കാര്യം കേരളത്തിൽ എന്തായിരുന്നാലും ഇപ്പൊ നടക്കില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞത്. ഞാൻ പോസിറ്റീവും കൂടെ പറഞ്ഞു. അതെ യെസ്, തീർച്ചയായിട്ടും. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, ചോദിച്ചത്, അതായത് പലരും പ്രഖ്യാപിച്ചിട്ടുണ്ട് 10 കോടി കൊടുക്കാമെന്നുള്ളത്. അവരെ ഓഡിറ്റ് ചെയ്ത് പിന്നെ കൊടുത്തിട്ടില്ല എന്ന് എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പൊ ഞാൻ പ്രഖ്യാപിക്കുന്നു 1 കോടി കൊടുക്കാമെന്ന്, അത് കേട്ടിട്ട് അസീതയ്ക്കും കൊടുക്കാൻ തോന്നിയിട്ട് അസീത 50 ലക്ഷം കൊടുക്കണ്ടേ, അത് പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. എന്നെ പിടിച്ചിട്ട് നിങ്ങൾ തന്നില്ലല്ലോ എന്ന് പറയേണ്ട ആവശ്യം പോലും ഇല്ല. നമ്മൾ ആ കാര്യത്തിൽ പോലും കുറച്ചുകൂടെ കൈൻഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് വേണ്ടത്. മറിച്ച് ഈ ഫണ്ട് വിനിയോഗിക്കപ്പെടുന്നത് പ്രോപ്പറായിട്ട് ആണ് എന്നും ഇത് കിട്ടുന്ന ഒരാൾക്കും ഇതിന്റെ പേരിൽ നാളെ തലകുനിക്കേണ്ടി വരുന്നില്ല എന്നും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് ഇക്വിറ്റബിൾ ആയിട്ടാണെന്നും ഗവൺമെന്റ് മോണിറ്ററിംഗ് തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ഇത് മറ്റൊരു ദുരന്തം ആവാനാണ് സാധ്യത. പിന്നെ പ്രധാനമന്ത്രിയുടെ ഇടപെടലിനെ പറ്റിയിട്ട് ഞാൻ ഇപ്പോഴും ഈ നിമിഷത്തിലും അതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു. പ്രധാനമന്ത്രിയിൽ നിന്ന്, കേന്ദ്ര സർക്കാരിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെ ഉണ്ടാവും. ഈ ESA നോട്ടിഫിക്കേഷന്റെ കാര്യം കൂടി പറഞ്ഞോട്ടെ. 25 പഞ്ചായത്തിൽ 10-12 പഞ്ചായത്തുകളാണ് ഇതിലുള്ളത്. ഏറ്റവും ദയനീയമായ കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള ഭാഗം ഈ കണക്ക് പ്രകാരം ESAയിൽ പെട്ടതല്ല, ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ അല്ല എന്നുള്ളതാണ്. സുഭാഷ് ചന്ദ്രബോസ് സാർ പറഞ്ഞ പോലെ തന്നെ കുറെ പഞ്ചായത്തിന്റെ പേരുകൾ അങ്ങനെ കൊടുക്കുക വളരെ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. മറിച്ച് ആക്ച്വൽ റിസർച്ചിന്റെ ബലത്തിൽ അല്ല എന്നുള്ളതും ആ ഡാറ്റ സെൻട്രൽ ഗവൺമെന്റ് ഒരു പൊളിറ്റിക്കൽ വെപ്പണായിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം അതിനെ ചാടിക്കേറി സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ, അതായത് പെയ്ഡ് ആയിട്ട് കേരളത്തിനെതിരെ സയൻസ് ആർട്ടിക്കിളുകൾ എഴുതാൻ ആളുകൾ ഉണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അതുപോലുള്ള ആളുകൾ മാരീരവേഷങ്ങൾ കേരളത്തിലുണ്ട്. അവരെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തടയുന്ന രീതിയിലേക്ക് അത് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ കേരളത്തിനോട് കൈൻഡ് ആയിട്ടുള്ള നിലപാടിനെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ, പ്രധാനമന്ത്രിയുടെ വരവിനെ രാഷ്ട്രീയത്തിനപ്പുറം വളരെ ശുഭപ്രതീക്ഷയോട് കൂടിയാണ് ഈ ഘട്ടത്തിൽ കേരളം കാണുന്നത്. വളരെ നന്ദി ഡോക്ടർ പ്രേംകുമാർ, സുഭാഷ് ചന്ദ്രബോസ്, ഒപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.